നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായ അബൂ ഹുറൈറ പറയാണ്, ഇദാ അംസ വൈകുന്നേരമായാൽ ആരെങ്കിലും 3 പ്രാവശ്യം അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന തഅവ്വുദ് ദിക്ർ ചെയ്യുകയാണെങ്കിൽ ലം തദുറഹു അവനെ ഉപദ്രവിക്കുകയില്ല, ഹുമത്തുൻ ഒരു വിഷജന്തുവും ഉപദ്രവിക്കുകയില്ല, തിൽക്കലൈലത്തി ആ രാത്രി. അതായത് ഒരു സഹാബി ജൂതന്മാരുടെ പിടിയിൽപ്പെട്ടു. അദ്ദേഹം എങ്ങനെയെന്ന് വെച്ചാൽ ആരും എത്തിപ്പെടാത്ത ഒരു ഭാഗത്തായി പോയി. മുസ്ലിമുകൾക്ക് പോലും മോചിപ്പിക്കാനൊന്നും അദ്ദേഹത്തെ പറ്റൂല. അങ്ങനത്തെ ഒരു ഭാഗത്ത് വിട്ടുപോയി. നല്ല കട്ടിയുള്ള തോല് കൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. തോല് കൊണ്ട് വരിഞ്ഞ് കെട്ടിയൊരു ഭാഗത്ത് അദ്ദേഹത്തെ ആരും വരാത്തൊരു ഭാഗത്ത് കെട്ടിയിട്ടു. ഇനി അള്ളാഹു എങ്ങാനും അവനെ പരീക്ഷിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയുള്ള പരീക്ഷണം? അവന്റെ ഭക്ഷണം അങ്ങ് കുടുസാക്കി, അവന്റെ ഭക്ഷണം അല്ലാഹു തആല പരിമിതിപ്പെടുത്തി കുറച്ചു. അങ്ങനെ ആയി കഴിഞ്ഞാലോ ഫയഖൂലു റബ്ബി അഹാനൻ, അവൻ പറയും എന്റെ റബ്ബ് എന്നെ അപമാനിച്ചിരിക്കുന്നു, കുറ്റം പറയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ നബിയിനാ മൗലാനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ നബിയിനാ മൗലാനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി വസല്ലി അലാ ജമീഇൽ അംബിയാഇൽ മുർസലീൻ വഅലാ മലായികത്തിൽ മുഖറബീൻ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. എനിക്ക് ഏറ്റവും പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, കൊച്ചനുജന്മാരെ, അനുജത്തിമാരെ, എല്ലാവരെയും ആനന്ദ തീരത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ വേണ്ടി വീണ്ടും ഒരുമിച്ച് കൂടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി. അൽഹംദുലില്ലാഹ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ മശായിഖന്മാരുടെ വഴിയാൽ നമുക്ക് നൽകപ്പെട്ട ഇജാസത്തിനാൽ നമ്മൾ ചൊല്ലുന്ന ദിക്റുകളുടെ അടിസ്ഥാനം, പ്രമാണപരമായിട്ട് എന്തായിരുന്നു അടിസ്ഥാനങ്ങൾ, ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനങ്ങളെ സംബന്ധിച്ച് അതിലുള്ള പ്രതിഫലങ്ങളെ സംബന്ധിച്ചൊക്കെ സംസാരിക്കുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് ഇനി കുറച്ചുകൂടി ദിക്റുകളെ സംബന്ധിച്ച് സംസാരിക്കാനും അതിന്റെ പ്രതിഫലത്തെ സംബന്ധിച്ച് ഹദീസുകളിലും മറ്റും വന്നിട്ടുള്ളത് നമുക്ക് പറയാനുണ്ട്. നല്ലതാണ്, നമുക്കൊരു പ്രോത്സാഹനം നൽകും. അപ്രകാരം തന്നെ സൂറത്തുൽ ഫജ്റിന്റെ കുറഞ്ഞ ഭാഗം മാത്രമേ നമ്മൾ അതിന്റെ അർത്ഥം വിശദീകരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇനിയും നമുക്ക് അതിനെ സംബന്ധിച്ച് വിശദീകരിക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി തരട്ടെ, തൗഫീഖ് നൽകുമാറാകട്ടെ. പലർക്കും പറയാനുണ്ടായിരിക്കും, ഈ പ്രതിഫലം, ഞങ്ങൾ കൂലിപ്പണിക്കാരല്ല, പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ അതിന് ഇബാദത്ത് ചെയ്യണവരല്ല, ഞങ്ങൾ ദിക്ർ ചെയ്യണമെന്നും പ്രതിഫലത്തെ ആഗ്രഹിച്ചിട്ടല്ല എന്നൊക്കെ പറയാനുണ്ട്. ഏതായാലും അൽഹംദുലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് റസൂലുള്ളയാണ് പറഞ്ഞത്. പ്രതിഫലത്തെ ആഗ്രഹിക്കാൻ വേണ്ടി മുത്തുനബിയാണ് ഇത് നമുക്ക് പറഞ്ഞു തന്നത്. അതുപോലെ തന്നെ പ്രതിഫലത്തെ ആഗ്രഹിക്കാൻ ഈ പ്രതിഫലത്തിന്റെ ഹദീസുകളൊക്കെ മുത്തുനബി ആദ്യമായി അവരിലേക്ക് ഏറ്റവും അടുത്ത ഉന്നതന്മാരായ സഹാബാക്കളോട് പറഞ്ഞു. ആ സഹാബാക്കൾ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ഒരാള് സന്തോഷത്തോടെ നമുക്ക് ഗിഫ്റ്റ് തരുമ്പോ നമുക്ക് നിങ്ങളെ പ്രതിഫലമൊന്നും ആവശ്യമില്ല, ഞങ്ങൾ അതിന്റെ ആൾക്കാരല്ല എന്നൊക്കെ പറയലൊക്കെ അത്ഭുതമാണ്. മനസ്സിലാവുന്നു? അള്ളാഹു താല സന്തോഷത്തോടെ നമുക്ക് ഗിഫ്റ്റ് തരാൻ ആഗ്രഹിക്കുമ്പോൾ അതൊക്കെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. അള്ളാഹു എന്നതെല്ലാം ഇഷ്ടപ്പെടുന്നു. പ്രതിഫലത്തെ ആഗ്രഹിക്കണം. അള്ളാഹു താല ആഗ്രഹിക്കാൻ പറഞ്ഞതിന് ആഗ്രഹിക്കണം. അള്ളാഹു താല പേടിക്കാൻ പറഞ്ഞതിന് പേടിക്കണം. അള്ളാഹു താല വെറുക്കാൻ പറഞ്ഞതിന് വെറുക്കണം. അള്ളാഹു താല ഇഷ്ടപ്പെടാൻ പറഞ്ഞതിന് ഇഷ്ടപ്പെടണം. അവനാണ് യഥാർത്ഥ കാമിലായ വിശ്വാസി. പ്രിയമുള്ളവരെ, നമ്മൾ അതിനു മുന്നൊരു കാര്യം പറയാനുള്ളത്, ഒരു അള്ളാന്റെ പടപ്പ് ചോദിക്കുകയുണ്ടായി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഒരു വിഷയത്തിനെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചു ഒരു ആയത്ത് ഓതിയിരുന്നു. മറഞ്ഞ ദിക്റിനെ സംബന്ധിച്ച് മശായിഖന്മാരിൽ നിന്ന് ലഭിക്കുന്ന അൻഫാസിയ ദിക്ർ പോലെയുള്ള ഹഫിയായ ദിക്റിനെ സംബന്ധിച്ച് ഒരു ആയത്ത് ഓതിയിരുന്നു. ആയത്തിൽ എന്നെ സംബന്ധിച്ച് സംശയം ചോദിച്ചാണ്. ആയത്തിൻ്റെതാണ്
വദ്കുർ റബ്ബക ഫീ നഫ്സിക തദർറുഅൻ വഖീഫതൻ വദൂനൽ ജഹരി മിനൽ ഖൗലി ബിൽ ഉദുബി വൽ അസ്വാൽ വലാ തകും മിനൽ ഗാഫിലീൻ. ഈ ആയത്തിനെ നമ്മൾ അതിനെ അർത്ഥം പറഞ്ഞുകൊണ്ട് വിശദീകരിച്ചു. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വദൂനൽ ജഹരി മിനൽ ഖൗലി എന്ന് പറഞ്ഞാൽ വാക്കാൽ ശബ്ദമില്ലാതെ പറയൽ, ദിക്ർ ചെയ്യലാണ്. വാക്കാൽ ശബ്ദമില്ലാതെ ഹൃദയത്തിൽ ദിക്ർ ചെയ്യലാണ് ഉദ്ദേശം എന്ന് പറയുകയുണ്ടായി. അപ്പൊ ഇതിന്റെ അർത്ഥം ഇന്നതല്ലേ ഉസ്താദെ, അതിനിങ്ങനെയല്ല അതിന്റെ അർത്ഥം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശബ്ദമിൽ വാക്കാൽ പതുക്കെ പറയാനല്ലേ ഉദ്ദേശിക്കുന്നത്, ഉറക്കെ പറയാ ജഹറായിട്ട് പറയാതെ വാക്കാൽ ശബ്ദം കുറച്ച് പറയാനല്ലേ അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് ഒരു പടപ്പു ചോദിച്ചു. ഈ ആയത്ത് എല്ലാവർക്കും നോക്കാം. ഇത് സൂറത്തുൽ അഅറാഫിലെ 205 ആയത്താണ്, സൂക്താണ്. അപ്പൊ ഇതില് ആ പറഞ്ഞ പോലെ തഫ്സീർ ചെയ്ത മഹാന്മാരുണ്ട്. ആ പറഞ്ഞ പോലെ തഫ്സീർ ചെയ്ത മഹാന്മാരുണ്ട്. നിങ്ങൾ നാവ് കൊണ്ട് ഉറക്കെ പറയാതെ നാവ് കൊണ്ട് പതുക്കെ പറയും എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് ഈ ഫി വദ്കുർ റബ്ബക ഫീ നഫ്സിക എന്ന് പറഞ്ഞപ്പോൾ, ഉദ്കുർ റബ്ബക ഫീ നഫ്സിക എന്ന് പറഞ്ഞപ്പോൾ ആ അർത്ഥം പൂർണ്ണമല്ല എന്നത് കൊണ്ടാവാം പല മഹാന്മാരും അങ്ങനെയല്ല തഫ്സീർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ എന്റെ ഇഷ്ടത്തിന് പറഞ്ഞതല്ല, മഹാശേഖന്മാർ ഇഷ്ടത്തിന് ഈ അൻഫാസിയ ദിക്ർ പറയാനോ ഖഫിയ ദിക്ർ പറയാനോ ഹൃദയത്തിൽ സ്മരിക്കാനോ ദിക്റിനെ പറഞ്ഞോ അങ്ങനെ പറഞ്ഞതല്ല. തഫ്സീർ ത്വബിരി എടുത്തു നോക്കാം, പല തഫ്സീറുകളുണ്ട്. അപ്പോ തഫ്സീർ ത്വബിരിയിൽ മഹാനവറുകൾ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുജാഹിദ് റളിയല്ലാഹു അൻഹു തൊട്ട് മഹാനായ അബൂ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ടുള്ള ഒരു അസർ ഇവിടെ വിവരിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട്? നോക്കാം എന്താണ് അതിൽ പറയുന്നത്. അതില് മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഹൃദയത്തിൽ ദിക്ർ ചെയ്യുന്നതിനെ സംബന്ധിച്ചാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഹദ്ദസന തഫ്സീർ ത്വബിരിയിൽ പറയാണ്, ഹദ്ദസന അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഖാൽ, അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഹദ്ദസന അബൂ സഅദ് റളിയല്ലാഹു അൻഹു ഖാൽ, അബൂ സഅദ് റളിയല്ലാഹു അൻഹു ഞങ്ങൾക്ക് വിവരിച്ചു തന്നു. ഖാൽ അദ്ദേഹം പറഞ്ഞു, സമിഅതു മുജാഹിദ് എന്നവരെ തൊട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. യഖൂലു ഫി ഖൗലിഹി, ഈ പരിശുദ്ധ ഖുർആന്റെ ഈ ഖൗലിനെ, അല്ലാഹു തആലാന്റെ പരിശുദ്ധമായ വാക്കിനെ അദ്ദേഹം പറഞ്ഞതായി അദ്ദേഹത്തിന്റെ ഖൗലില് പറയുന്നതായി കേട്ടിട്ടുണ്ട്. ഏത് ഈ ആയത്തിനോട് ബന്ധപ്പെടുത്തിയിട്ട് ഉദ്കുർ റബ്ബക ഫീ നഫ്സിക തദർറുഅൻ വഖീഫതൻ വദൂനൽ ജഹരി മിനൽ ഖൗൽ എന്നുള്ള ഈ വാക്കിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ്? അയ്യദ്കുറൂഹു ഫിസ് സുദൂരി തദർറുഅൻ വഖീഫ. അയ്യദ്കുറൂഹു, അതായത് അവർ കൽപ്പിച്ചത് എന്താണ്? അയ്യദ്കുറൂഹു, അല്ലാഹു തആലാനെ അവർ ഓർക്കലിനെയാണ്, ഫിസ് സുദൂരി, ഹൃദയങ്ങളിൽ ഓർക്കലിനെയാണ്. കണ്ടോ, വ്യക്തമായിട്ട് സുദൂറ് എന്ന് പറയുന്നത് ഹൃദയങ്ങളിൽ ഓർക്കലിനെയാണ്, തദർറുഅൻ വഖീഫ, താഴ്മയാലും ഭയഭക്തിയായി. ഓക്കെ, അപ്പൊ അതാണ്, അതെല്ലാവരും സ്വന്തമായിട്ടല്ല, അങ്ങനെ തന്നെയാണ്. ഖഫിയ ദിക്ർ മുത്തുനബിക്ക് ഉണ്ടായിരുന്നു, മുത്തുനബി സഹാബാക്കൾ കൊടുത്തിരുന്നു എന്നതിനുള്ള വ്യക്തമായ തെളിവാണ് അത് അവസാന കാലം വരെ ഉണ്ടാവും. പ്രത്യേകിച്ച് ഖുർആനിൽ ഇങ്ങനെ ഒരു ആയത്തുണ്ടായിരിക്കെ അവസാന കാലം വരെ ഉണ്ട്. ഇത് മാത്രമൊന്നല്ല, ഇഷ്ടം പോലെ മറിഞ്ഞ ദിക്റിനെ സംബന്ധിച്ച് ഇഷ്ടം പോലെ കാര്യങ്ങൾ നമുക്ക് തെളിവുകൾ കിട്ടും. ഓക്കെ, പിന്നെ പറയാനുള്ളത്, പിന്നെ ഉള്ള മശായഖന്മാരിൽ നിന്ന് ലഭിക്കുന്ന നമുക്ക് ലഭിച്ചിട്ടുള്ള മറ്റൊരു ഇജാസത്തുകളെ സംബന്ധിച്ചാണ് പറയണം. ഒന്ന്, നമ്മൾ മശായഖന്മാർ ചെയ്യാറുള്ളതാണ്, രാവിലെ കാലത്ത് സുബഹി നിസ്കാരം കഴിഞ്ഞാൽ, ഇതിന് മുന്നേ ഉള്ളത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് കുറച്ചുകൂടി പറയാൻ ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന് 3 തവണ നമ്മുടെ മശായഖന്മാര് ചൊല്ലാറുണ്ട്, ചൊല്ലാൻ നിർദ്ദേശിക്കാറുമുണ്ട്. അത് വല്ലാത്തൊരു കാവലാണ്. അതുപോലെ തന്നെ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ, ഇത് പലരും പകല് മാത്രമേ ചെയ്യാറുള്ളൂ. പകല് മാത്രമല്ല, വൈകുന്നേരവും ചെയ്യണം, നല്ലതാണ്. ഹദീസിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അത് മഗ്രിബോട് കൂടിയിട്ട് ചെയ്താൽ മതി, മഗ്രിബിന് ശേഷം ചെയ്താലും മതി. നോക്കാം, അതിനെ സംബന്ധിച്ച് ഹദീസ്, ഹസനായ ഹദീസ് വന്നിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് സുനനു അബീ ദാവൂദ് അതിൽ മഹാനായ അബൂ ദാവൂദ് എന്നവർ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സുനനിൽ വിവരിച്ചിട്ടുണ്ട് ഈ ഹദീസ്. നോക്കാം. عن عثمان بن عفان رضي الله عنه,
ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, യഖൂലു മഹാനവറുകൾ പറഞ്ഞു, സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് ഞാൻ കേട്ടു. യഖൂൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട്, മൻ ഖാല ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ അസ്-സമീഉൽ അലീം ثلاث مرات لم تصبه فجأة بلاء حتى يصبح ومن قالها حين يصبح 3 مرات لم تصبه فجأة بلاء حتى يمسي അതാണ് ഹദീസ്. ഹസനായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്താണിത് ഈ ഹദീസിൽ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കേട്ടു എന്ന് ആരെങ്കിലും ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ അസ്-സമീഉൽ അലീം എന്ന് 3 തവണ ഒരാള് പ്രഭാതത്തിൽ ചൊല്ലുകയാണെങ്കിൽ ഒരാൾ വൈകുന്നേരം ചൊല്ലുകയാണെങ്കിൽ ലം തുസിബുഹു ഫജ്അതു ബലാഇൻ, പെട്ടെന്നുള്ള ബലാ അദ്ദേഹത്തിന് എത്തുകയില്ല, അദ്ദേഹത്തിന് സംഭവിക്കുകയില്ല. ഹത്താ യുസ്ബിഹ, ഏതുവരെ? അദ്ദേഹം പ്രഭാതമാകുന്നത് വരെ അദ്ദേഹത്തിന് പെട്ടെന്നുള്ള, അതായത് മുന്നേ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള ഒരു കാരണത്താൽ ഉണ്ടാകുന്ന ബല അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് പല ബലാകൾ വരൂലേ? ഭൂമി കുലുക്കം കാരണത്താലുള്ള ബലാ, പ്രകൃതിക്ഷോഭങ്ങൾ കാരണത്താലുള്ള ബലാ, വെള്ളപ്പൊക്കം കാരണത്താലുള്ള ബലാ, തീ പിടിക്കൽ കൊണ്ടുള്ള ബലാ, ഇങ്ങനെയുള്ള ഒരു ബലാവും പെട്ടെന്നുള്ള ബലാകളൊന്നും അദ്ദേഹത്തിന് വന്നെത്തുകയില്ല. വമൻ ഖാലഹ ഹീന യുസ്ബിഹു, ഇനി ആരെങ്കിലും ഇതിനെ പ്രഭാതമാകുമ്പോൾ ചൊല്ലിയാലോ, 3 മറത്തിൻ 3 തവണ ചൊല്ലിയാൽ ലം തുസിബുഹു, അദ്ദേഹത്തിന് എത്തുകയില്ല, ഫുജ്അത ബലാഇൻ, ഒരു പെട്ടെന്നുള്ള ബലാ എത്തുകയില്ല, ഹത്താ യുംസിയ, അദ്ദേഹം വൈകുന്നേരമാകുന്നത് വരെ. അതായത് മഗ്രിബ് വരെ, സുബഹിക്ക് ചെയ്താൽ 3 പ്രാവശ്യം ചെയ്താൽ അത് മഗ്രിബ് വരെ അദ്ദേഹത്തിന് ഒരു ബലാ എത്തൂല, പെട്ടെന്നുള്ള ബലാ. മഗ്രിബിന് ഉടനെ ചെയ്തു കഴിഞ്ഞാൽ മസായിലപ്പ ചെയ്താലും വേണ്ടില്ല, അദ്ദേഹത്തിന് സുബഹി വരെ ഒരു ബലാവും ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ആലോചിച്ചു, അള്ളാഹുവിന്റെ റസൂലാണ് പറഞ്ഞത്. ഇത് പല വിധത്തിൽ റിപ്പോർട്ട് ചെയ്ത, സ്വഹീഹായി റിപ്പോർട്ട് ചെയ്ത ഹദീസുണ്ട്. ഇത് ഹസനായിട്ടുള്ള സുനൻ അബൂദാവൂദിലുള്ള, അബൂദാവൂദ് എന്നവരുടെ സുനനിലുള്ളതാണ്. അപ്പൊ ചിന്തിച്ചു നോക്കി, എത്ര വലിയ ഒരു കാവലാണ് ഇതുകൊണ്ട് കിട്ടുക. അപ്പൊ ഇത് രാവിലെ വൈകുന്നത്. പിന്നെ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, ഇതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തു പറഞ്ഞു എന്ന് നോക്കാം. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്നുണ്ട് തന്റെ സഹീഹ്, ഇത് സ്വഹീഹായ ഹദീസാണ്. ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതാണ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് നിവേദനം ചെയ്യപ്പെടുന്നു, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖാല ഇദാ അംസ 3 മറത്തിൻ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് ലം തദുറഹു ഹുമത്തുൻ തിൽക്കൽ ലൈല. അതായത് വൈകുന്നേരത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ആരെങ്കിലും 3 പ്രാവശ്യം വൈകുന്നേരമായാൽ, ഇതാ അംസ വൈകുന്നേരമായാൽ ആരെങ്കിലും 3 പ്രാവശ്യം അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന തഅവ്വുദ് ദിക്ർ ചെയ്യുകയാണെങ്കിൽ ലം തദുറഹു, അവനെ ഉപദ്രവിക്കുകയില്ല, ഹുമത്തുൻ, ഒരു വിഷജന്തുവും ഉപദ്രവിക്കുകയില്ല, തിൽക്കലൈലത്തി, ആ രാത്രി. സാധാരണ രാത്രിയിലാണല്ലോ വിഷജന്തുക്കളുടെ ആക്രമണം ഉണ്ടാവാറ്, നമ്മൾ അറിയാതെ ചവിട്ടിയിട്ടും അല്ലെങ്കിൽ രാത്രി ഉറങ്ങുമ്പോഴോ മറ്റോ ഉണ്ടാവാറ്. അപ്പൊ അതുകൊണ്ട് രാത്രി എന്ന് പറഞ്ഞത്. എപ്പോഴായാലും രാവിലെ ആയാലും രാവിലെ മുതൽ രാത്രി വരെയുള്ള സംരക്ഷണം ഉണ്ടായിരിക്കും. ഇത് ആ രാത്രിയിൽ ഒരിക്കലും ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് നമ്മളെ കുട്ടികൾക്കും എല്ലാവർക്കും ഇത് പഠിപ്പിച്ചു കൊടുക്കണം. ഇത് ചൊല്ലണം വൈകുന്നേരം ആയാലും എന്ന് പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞത് രാവിലെ ഒക്കെ, കാരണം ഇന്ന് പ്രത്യേകിച്ചിട്ട് എന്തെല്ലാം ഷെറുകളാണ്, ബലാഹുകളാണുള്ളത് അല്ലെ. ഇന്നത്തെ ആളുകൾ, മോശമായ ആളുകളെ കൊണ്ട് അല്ലെ, സാമൂഹ്യ ദ്രോഹികള്, നമ്മളെ കുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, ആൺകുട്ടികളായാലും അവരെ മയക്കുമരുന്നുകൾ എന്തെല്ലാം ഉണ്ട് ഇന്ന് അല്ലെ, സ്വഭാവം ചീത്താകുന്ന പലതും. അപ്പൊ ഇവരുടെ എല്ലാതെ ഷെറിൽ നിന്നും, അതുപോലെ തന്നെ നായ്ക്കള്, ഈ നായയുടെ ഷെറ് വല്ലാത്ത ഷെറാണ്. ഇപ്പൊ വല്ലാത്ത ഷെറുണ്ട് നായയുടെ, എല്ലാവർക്കും അറിയണതാണ് അല്ലെ. മനുഷ്യരെക്കാൾ വില ഇന്ന് പട്ടികൾക്കാ, നായ്ക്കൾക്കാണെന്ന് ആളുകളുടെ അടുക്കൽ, ഗവൺമെന്റിന്റെ ഒക്കെ എടുക്കൽ എന്നാണ് അല്ലെ. അങ്ങനത്തെ കാലഘട്ടത്തിലുള്ള ഷെറിനൊക്കെ മാറാൻ
ഏറ്റവും നല്ല കാര്യം. അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ, അതിന് മുന്നേ പറഞ്ഞില്ലേ, മുത്തുനബിയിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് യാതൊരു സംശയമില്ല, അങ്ങനെ വിടുന്നു, അതങ്ങനെ തന്നെ, അതിൽ യാതൊരു സംശയിക്കാനൊന്നുമില്ല. മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് ഇത് പഠിപ്പിക്കണം. പിന്നെ മറ്റൊരു ഹദീസ് നോക്കാം. ഈ ഹദീസ് ഇനി വേറൊരു ഹദീസ് ഉണ്ട്. ഹദീസ് നോക്കാം നമുക്ക്. അതായത് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, തീർച്ചയായും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ നസല മൻസിലൻ, ഒരാൾ വീട്ടിൽ നിന്നും ഇറങ്ങി, ഫൽയഖുൽ, അവൻ പറയട്ടെ, അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന് അവൻ പറയട്ടെ. ഫഇന്നഹു, തീർച്ചയായും, ലാ യഗുറഹു, തീർച്ചയായും അവനെ ബുദ്ധിമുട്ടിക്കുകയില്ല, ഷൈഉൻ, ഒരു വസ്തു, ഹത്താ യർതഹില, അവൻ യാത്ര കഴിഞ്ഞ് വരുന്നത് വരെ. ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും കണ്ടോ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചൊല്ലാനുള്ളതാണ് ഇപ്പത്. മുത്തുനബി പറഞ്ഞതാ, എന്തിനാ സംശയിക്കണം, ചെയ്തൂടെ. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി, അള്ളാഹുവിന്റെ പൂർണ്ണമായ നാമങ്ങളെ കൊണ്ട് ഞാൻ അള്ളാഹുവിൽ അഭയം തേടുന്നു. പൂർണ്ണമായ നാമത്തിൽ ഏറ്റവും വലിയ നാമം മുത്തുനബിയുടെ നാമം മുഹമ്മദ് എന്നതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനും പല മഹാന്മാർ പല വിധത്തിലും പറ്റും, പല നാമങ്ങളും ഉണ്ട് അള്ളാഹു താലാന്റെ. അള്ളാഹു താലാന്റെ നാമങ്ങൾ നാമം എന്ന് പറഞ്ഞ് ദലാലത്ത് ചെയ്യുന്നതിന് അല്ലെ, ദലാലത്ത് ചെയ്യും. നാമം, പേര് എന്ന് പറയുന്നത് എന്താണ്? ആ പേര് കൊണ്ട് ഒരു വസ്തുവിനെ അറിയിക്കും. ഇപ്പൊ എന്റെ പേര് പറഞ്ഞാൽ, എന്റെ മകന്റെ പേര് പറഞ്ഞാൽ ആ മകനിലേക്ക് അറിയിക്കുന്നതാണ്. അതുപോലെ സൃഷ്ടികളെല്ലാം, അള്ളാഹുവിന്റെ സൃഷ്ടികളെല്ലാം അള്ളാഹുവിലേക്ക് ദലാലത്ത് ചെയ്യുന്നതാണ്, അള്ളാഹുവിനെ അറിയുക. അതുകൊണ്ട് എല്ലാ സൃഷ്ടികളും അള്ളാഹുവിന്റെ നാമങ്ങൾ തന്നെയാണ്. ആ സൃഷ്ടികളെ ഏറ്റവും ഉത്തരാര മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതുവരെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ, നാമങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇസ്മുൽ ആദമും റസൂലുള്ളാഹിന്റെ നാമമാണെന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട്. മനസ്സിലാവണം. പല നിലക്കും പറഞ്ഞവരുണ്ട്. നമ്മ ശേഖന്മാരും ഈ മാമികളും പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു. അതിന്റെ യാഥാർത്ഥ്യം കൂടുതൽ ആളുകളും അള്ളാഹു എന്നുള്ള നാമമാണ് ഇസ്മുൽ ആദമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്. ഇസ്മുൽ, അതുകൊണ്ട് തന്നെ നമ്മളുടെ ഹൽക്കത്ത് ദിക്റിൽ മുഹമ്മദ് എന്ന് ദിക്റാക്കി ചൊല്ലാറുണ്ട്. മുഹമ്മദ് മുഹമ്മദ് മനസ്സിൽ സ്വലാത്തിന് ഹാജരാക്കിയിട്ടുണ്ട്. അല്ലാതെ വിളിയല്ല, ദിക്റാണ്. ദിക്റിന് ആൾക്കാർ വിളിയിൽ കൂട്ടിയിട്ട് അത് പേച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഇതിനെ പേപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പറയണ്ടേ. വിളിക്കരുത് എന്ന് പറഞ്ഞ വിളിയല്ല, ദിക്ർ. അള്ളാഹിന്റെ റസൂലിനെ വളരെ ആദരവോട് ബഹുമാനം സ്മരിക്കും. അത് ഹഖീഖത്തെ മുഹമ്മദിയിലെ ദിക്റാണത്. അത് അറിയണ്ടേ. ഹഖീഖത്തെ മുഹമ്മദിയെ സംബന്ധിച്ച് തിരിച്ചറിയുന്നവർക്കല്ല അതൊക്കെ അറിയുള്ളൂ. ഹഖീഖത്തെ മുഹമ്മദിയിലുള്ള ദിക്റാണ് എന്ത് ചെയ്യണത്, ഹൽക്കത്തു ദിക്ർ. ലാസ്റ്റിൽ നമ്മൾ ആദ്യം 3 സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, പിന്നെ മനസ്സിൽ സ്വലാത്ത് ഹാജരാക്കിക്കൊണ്ട് ആ റസൂൽ സ്വല്ലല്ലാഹു ഹഖായിഖിനിൽ മുഴുകിക്കൊണ്ട് ദിക്ർ ചെയ്യാം. അതുവരെ അള്ളാഹിനെ സംബന്ധിച്ച് ദിക്ർ ചെയ്ത് ഈ ഫൈലുകളും ഈ അൻവാറുകളും നമുക്ക് മുത്തുനബിയിലൂടെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല പ്രപഞ്ചത്തിൽ പോലും അല്ലാഹു തആലാന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഫൈൽ പ്രപഞ്ചത്തിൽ പോലും ഈ ഹഖീഖത്തെ മുഹമ്മദിയിലൂടെയാണ് വെളിവായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ നൂറിനെ ഇദ്റാക്ക് ചെയ്തുകൊണ്ടും അതിനെ ആ റസൂലുള്ളാഹിനെ സ്മരിക്കുകയാണ് ഈ നാമത്തിലൂടെ. ആ നാമത്തിന്റെ മീമായാലും ഹ ആയാലും മീമായാലും ദാലായാലും എല്ലാം അസ്റാറാണ്. അതിലൊക്കെ നൂറാണ്. മനസ്സിലാവും. അതൊക്കെ വല്ലാത്ത നൂറാണ്. ഓരോ അക്ഷരങ്ങളും അതൊക്കെ അറിഞ്ഞുകൊണ്ടേ ആ ദിക്ർ ചൊല്ലുമ്പോൾ ഒരു രസമുണ്ടല്ലോ, അത് അറിയണം ആദ്യം. എന്നിട്ട് ഇവരെ കൂടെ കൂടിയുണ്ടെങ്കിൽ നല്ല ഹരാണ്. വെറുതെ അറിയാത്ത കാര്യങ്ങളെ വെറുതെ നിഷേധിക്കാൻ നിൽക്കണം. അത് പിന്നീട് അത് ഈ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദുള്ളവർക്ക് അത് പാടില്ല. ഏതായാലും ശരി. ഇനി അപ്പൊ അങ്ങനെ കേട്ടോ. അപ്പൊ വീടിന്ന് ഇറങ്ങുമ്പോഴൊക്കെ അതാണ് മനസ്സിലാവും. അൽഹംദുലില്ലാഹ്. പിന്നെ ഉള്ള ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നും വാരിതായിട്ടുള്ള മറ്റൊരു ദിക്ർ പറയാം. പരിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്തിലുള്ളതാണ്. അത് 2 നേരവും അല്ലെങ്കിൽ നേരമില്ലാതെ ആ 2 നേരവും ചെല്ലുന്നത് വളരെ ഉത്തമമാണ്. അത് ഏതാണ് ദിക്ർ? അത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബന്ധപ്പെട്ടതാണ്. അത് വേണം. ഏതൊരു ദിവസം മുത്തുനബി ഒന്ന് ദിക്ർ ചെയ്യണം. പരിശുദ്ധ ഖുർആനിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശേഷങ്ങൾ വിവരിച്ചൊരു ആയത്തുണ്ട്, സൂറത്ത് ത്വബീലുള്ള അവസാനത്തെ ആയത്ത്. അത് ബിസ്മി ചൊല്ലൂല, അഊദു ആണ് ചൊല്ലേണ്ടത് അല്ലെ. ബിസ്മി സൂറത്ത് തൗബയിലുള്ള ആയത്തുണ്ട്, ബിസ്മി ചൊല്ലൂല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വ റബ്ബുൽ അർശിൽ അലീം. അത് രണ്ടും മആരിഫും അതിലുണ്ട്, ഹഖായിഖും അതിലുണ്ട് ഈ ആയത്തിൽ.
ഇത് വല്ലാത്ത ആയത്താണ്. ഈ ആയത്ത് കൊണ്ട് പലതും എന്ത് ചെയ്യാൻ പറ്റും, പലതിലും രക്ഷപ്പെടാൻ പറ്റും. ഇൻഷാ അല്ലാഹ് വഴിയെ പറഞ്ഞു തരാം. ഈ ആയത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു എന്താ പറയാ, എല്ലാത്തിനും ഒരു മർമ്മങ്ങൾ ഉണ്ടാവും, നൂറുകൾ ഉണ്ടാവും, മർമ്മങ്ങൾ ഉണ്ടാവും. ആ മർമ്മങ്ങൾ പെട്ടതാണ് ഒന്ന് ലാ ഇലാഹ അവസാനത്തെ ആയത്തിന്റെ അവസാനത്തിൽ വരുന്ന ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം എന്നുള്ളത് മനസ്സിലാവും. ഫൈൻ തവല്ലൗ ഫഖുൽ ഹസ്ബി അല്ലാഹ് എന്ന് പറഞ്ഞില്ലേ, ആ ഹസ്ബി അല്ലാഹ് ദിക്റാക്കിയിട്ട് ചൊല്ലും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ അതിനെ സംബന്ധിച്ച് എന്തു വന്നു എന്ന് നമുക്ക് നോക്കാം. എന്താണ് സ്വഹീഹായ ഹദീസ്? റവാഹു അബൂ ദാവൂദ് ഫി സുനനി. മഹാനായ അബൂ ദാവൂദ് എന്നവർ അവരുടെ സുനനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഹദീസ്. ഏതാണ് ഹദീസ്? മൻ ഖാല, ആരെങ്കിലും പറഞ്ഞു, ഇദാ അസ്ബഹ, പ്രഭാതമായാൽ, വ ഇദാ അംസ, വൈകുന്നേരമായാൽ, ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം സബഅ മർറാത്തിൻ കഫാഹുല്ലാഹു മാ അഹമ്മഹു. മറ്റൊരു ഇത് സ്വഹീഹായ ഹദീസാണ്. മറ്റൊരു റിവായത്തിൽ മാ അഹമ്മഹു മിൻ ഉമൂരി ദുനിയ വൽ ആഖിറ, അത് മൗഖൂഫാണ്. എന്താണ് ഇത് പറഞ്ഞിട്ടുള്ളത്? മൻ ഖാല ഇദാ അസ്ബഹ ഇദാ അംസ, വൈകുന്നേരം, രാവിലെയും വൈകുന്നേരം ആയാൽ ഈ പറഞ്ഞ ഈ ഖുർആന്റെ ആയത്ത് ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം, ഇത് ദിക്റാക്കി ചൊല്ലാനുള്ളതാണ്. അങ്ങനെ 7 പ്രാവശ്യം പകലിലും വൈകുന്നേരവും, അതായത് സുബഹിക്ക് ശേഷവും മഗ്രിബിന് ശേഷം ഒരാൾ ചെയ്തു. ഇനി അത് മഗ്രിബിന് തൊട്ട് മുന്നേ ചെയ്താലും മതി. മഗ്രിബിന് ശേഷം എന്ന് പറഞ്ഞത് ഈ ഇദാ അംസ എന്ന് പറയുമ്പോൾ മഗ്രിബിന് തൊട്ട് മുന്നേ ചെയ്താലും മതി. ഇതെല്ലാം മനസ്സിലാവുന്നുണ്ടാവും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്ന് പറഞ്ഞാല് കഫാഹുല്ലാഹു, അല്ലാഹു തആല അവന് മതിയായവനാണ്, അവർക്ക് മതിയാക്കി കൊടുക്കും. മാ അഹമ്മഹു, അവന് വിഷമകരമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനൊക്കെ അല്ലാഹ് മതിയാകുന്നതാണ്. അല്ലാഹ് അവനക്ക് അതൊക്കെ മതിയാക്കി കൊടുക്കും, അതെല്ലാം തീർത്തു കൊടുക്കും എന്നർത്ഥം. ഏതുവരെ മറ്റൊരു റിവായത്തിൽ മാ അഹമ്മഹു മിൻ ഉമൂരി ദുനിയ വൽ ആഖിറ, ദുനിയാവിലെയും ആഖിറത്തിലെയും ഹമ്മുകൾ അല്ലാഹു തആല പോക്കി കൊടുക്കുന്നു. ദുനിയാവിലും ആഖിറത്തിലുമുള്ള വിഷമങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ അല്ലാഹു തആല തീർത്തു. കണ്ടു എന്താ പറയാ, നമ്മൾ ആക്കുള്ള മുതൽക്കൂട്ടുകൾ ഇതൊക്കെ ആഖിറത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി, ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെ? നമ്മളാകെ വിഷമിച്ചുകൊണ്ട് 2 കാര്യം, വേറെ കാര്യമില്ലല്ലോ. ദുനിയാവിലത്തെ കാര്യങ്ങൾക്ക് അവർക്ക് മതിയാവും. മനസ്സിലാവും? അതാണ് പറയുന്നത്. അല്ലാഹു അക്ബർ. മറ്റൊരു ഹദീസ്, അഥവാ ഇത് ആ ആയത്തിൽ, സൂറത്ത് തൗബയിലെ ആയത്തിലുള്ള ഒരു ഭാഗമാണ്. എന്നാൽ സൂറത്ത് തൗബയിൽ ഈ ആയത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ആ ഒരു എന്താ പറയാ ഹഖായിഖ്, അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ആ ഒരു വിശേഷണങ്ങളെ സംബന്ധിച്ച് പറയുന്ന ഭാഗം കൂടിയുണ്ട്. അതുകൊണ്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഈ ആയത്തും കൂടി ഒന്നാകെ പറയുമ്പോൾ ഈ ദിക്റും കിട്ടും, അതും കൂടി കിട്ടും, അതിന്റെ ബർക്കത്തും കൂടി കിട്ടും. മാത്രമല്ല കുറെ പ്രതിഫലമുണ്ട്. ഏത്? ഈ ആയത്തന്നെ കണ്ട് ചൊല്ലാണെങ്കിൽ 7 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ചൊല്ലിയാലും മതി. സുബൈക്കും മഗ്രിബിനും ഓരോ പ്രാവശ്യം ചൊല്ലിയാലും മതി. ഏതാണ് ആയത്ത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൂ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഈ ആയത്തിൽ അതിനൊരു ചരിത്രമുണ്ട്, ഹദീസിൽ വന്നിട്ടുണ്ട്. അതായത് ഒരു സഹാബി ജൂതന്മാരുടെ പിടിയിൽപ്പെട്ടപ്പോൾ അദ്ദേഹം എങ്ങനെയെന്ന് വെച്ചാൽ ആരും എത്തിപ്പെടാത്ത ഒരു ഭാഗത്തായി പോയി. മുസ്ലിമുകൾക്ക് പോലും മോചിപ്പിക്കാനൊന്നും അദ്ദേഹത്തെ പറ്റൂല. അങ്ങനത്തെ ഒരു ഭാഗത്ത് വിട്ടുപോയി. നല്ല കട്ടിയുള്ള തോല് കൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. തോല് കൊണ്ട് വരിഞ്ഞ് കെട്ടിയൊരു ഭാഗത്ത് അദ്ദേഹത്തെ ആരും വരാത്തൊരു ഭാഗത്ത് കെട്ടിയിട്ടു ജൂതന്മാർ. വെള്ളവും കൊടുക്കൂല, ഭക്ഷണവും കൊടുക്കൂല, പട്ടിണി കിടന്ന് മരിക്കാൻ, വെള്ളം കിട്ടാതെ മരിക്കാൻ. അങ്ങനെ അദ്ദേഹം വിഷമിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന് അല്ലാഹു തആല വേറൊരു സഹാബിയെ അദ്ദേഹത്തിലേക്ക് എത്തിച്ചു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പിതാവ് തന്നെയാണ്. ഏതായാലും ഈ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിനോട് എന്റെ ഈ കാര്യം എന്ന് പറയണം, ഞാൻ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ വിട്ടുക്കാണ്, അതുകൊണ്ട് ഞാൻ വളരെയധികം പ്രയാസത്തിലാണ്, ഇങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഈ വിഷയം റസൂലുള്ളാഹിനെ ഓർമ്മിപ്പിച്ചാൽ മതി. അങ്ങനെ ഇദ്ദേഹം അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിലെത്തി. ഈ വിഷയം ബോധിപ്പിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു,
അദ്ദേഹത്തോട് ഇങ്ങനെ ചൊല്ലാൻ പറയും. രാവിലെയും അതായത് പകലിന്റെ രണ്ടറ്റത്തിൽ, അതായത് സുബഹിയുടെ സമയത്തും വൈകുന്നേരം നേരത്തെ പറഞ്ഞതുപോലെ രാത്രിയുടെ അടുത്ത സമയത്തും പകലിന്റെ രണ്ട് അറ്റങ്ങളിൽ ഞാൻ ആ ഹദീസിനെ വിശദീകരിക്കുകയാണ്. ആ പകലിന്റെ രണ്ട് അറ്റങ്ങളിൽ ഈ സൂറത്ത് തൗബയിൽ അവസാനത്തെ ആയത്ത് അല്ലാഹു റസൂൽ ആ ആയത്ത് പറഞ്ഞു കൊടുത്തു, ലഖദ് ജാഅക്കും എന്നുള്ളത്. ഈ ആയത്ത് രണ്ട് അറ്റങ്ങളിൽ ചൊല്ലാൻ പറയും എന്ന് പറഞ്ഞു. ഈ സഹാബി റളിയല്ലാഹു അൻഹു ചെന്നും കണ്ട് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട സഹാബിയുടെ അടുക്കൽ വിവരം കൊടുത്തു. ഈ സഹാബി എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്യപ്പെട്ട ഈ സഹാബി ഇത് ചൊല്ലാൻ തുടങ്ങി. രാവിലെ സമയത്തും വൈകുന്നേര സമയത്തും ഇതിങ്ങനെ ചൊല്ലാൻ തുടങ്ങി. അങ്ങനെ ഈ സഹാബി പറയാണ്, അധികം നീണ്ടു നിന്നില്ല, ഈ തൊലി ദ്രവിക്കാൻ തുടങ്ങി. അങ്ങനെ തൊലി സ്വയം തന്നെ കെട്ടിയിട്ട ഈ കയറ്, ഈ തൊലിയോടുള്ള ഈ ചങ്ങല പോലുള്ള ഈ കയറ് സ്വയം തന്നെ പൊട്ടിപ്പോയി. ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു, ഇങ്ങോട്ട് റസൂലുള്ളാഹി ഹദ്റത്തിലേക്ക് വന്നു. മനസ്സിലായി? ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, അതുകൊണ്ട് ആർക്കെങ്കിലും ദാരിദ്ര്യവും വല്ലാത്ത വിഷമവും വന്നാൽ ഇതേപോലെ ഈ ആയത്ത് ഈ പകലിന്റെ രണ്ടറ്റങ്ങളിൽ ചൊല്ലുകയാണെങ്കിൽ ആ വിഷമത്തിൽ നിന്നും പ്രയാസത്തിന് അല്ലാഹു തആല അവരെ മോചിപ്പിക്കുമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കിതാബിൽ കാണാൻ സാധിക്കും. മനസ്സിലാവും? പകലിന്റെ രണ്ടറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറയണത് ഇതാ അസ്ബഹ ഇതാ അംസ എന്ന് പറഞ്ഞാൽ ഇതാണ്. അത് മഗ്‌രിബിന്റെ തൊട്ട് മുന്നേ ആയാലും വേണ്ടില്ല, മഗ്‌രിബിന് ശേഷം ആയാലും വേണ്ടില്ല, ആ സമയത്ത് ചെല്ലാം. മറ്റത് സുബഹി നിസ്കാരം കഴിഞ്ഞ് ചെല്ലാം. അൽഹംദുലില്ലാഹ്. അപ്പൊ അത്രയും പൂരിശയുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. എന്തെങ്കിലും ആഗ്രഹങ്ങൾ, നല്ല നല്ല ആഖിറത്തിന്റെ ആഗ്രഹങ്ങൾ ഉണ്ടല്ലോ, അള്ളാഹുവിലേക്ക് അടുക്കാനും അള്ളാഹു സ്വീകരിക്കാനും, അതുപോലെ തന്നെ ദുനിയാവിലും മനുഷ്യരല്ലേ, നമുക്ക് എന്തൊക്കെ പ്രയാസം ഉണ്ടോ അതിനൊക്കെ രക്ഷപ്പെടാൻ ഒക്കെ വേണ്ടിയിട്ട് മൊത്തത്തിൽ ഈ പറഞ്ഞ ഔറാദുകളൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ സുബഹിക്ക് ശേഷം മഗ്‌രിബിന് ശേഷം പതിവാക്കിയാൽ ഇതിനെ തൊട്ട് രക്ഷയും കിട്ടും. ഇത് മാത്രമല്ല, വല്ലതും ഇങ്ങനത്തെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് മോചനവും. അൽഹംദുലില്ലാഹ്. അനുഭവമാണ് പറയുന്നത്. നമ്മൾക്കും അനുഭവമുണ്ട്, നമ്മൾ മറ്റുള്ളവർക്ക് പലവർക്കും ഇത് ജാസ്തി കൊടുത്തിട്ട് അവർക്കും അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാവും? പിന്നെയുള്ള ഒന്നാണ് ഇത്. അതേതാണ്? റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യാ, അല്ലെങ്കിൽ വബി മുഹമ്മദിൻ റസൂലാ എന്നുള്ള വിർദ്. ഇത് രാവിലെയും വൈകുന്നേരം ചൊല്ലാം. മനസ്സിലാവും? ഇത് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ചൊല്ലാം. അവനക്ക് സ്വർഗം നിർബന്ധമാണ്. അതുപോലെ തന്നെ അവന്റെ കഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുന്നു. ബാങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ബാങ്ക് വിളിച്ച് രണ്ട് ഷഹാദത്തിന് ചൊല്ലുമല്ലോ, ഹദീസിലുള്ള ആ ഷഹാദത്തിന് ചൊല്ലുമ്പോൾ ആ ചൊല്ലി കഴിഞ്ഞാൽ ഒരാൾ റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ നബി മുഹമ്മദൻ റസൂലാ എന്ന് അയാൾ അങ്ങനെ ചൊല്ലുകയാണെങ്കിൽ അദ്ദേഹത്തിന് കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കും. നോക്കാം ഹദീസിൽ എങ്ങനെയാ വന്നിട്ടുള്ളത് നോക്കാം. അൻ അബീ സഈദുൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു, അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് ഈ പറയുന്ന ഹദീസ് മഹാനായ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി തങ്ങൾ പറഞ്ഞു, മൻ ഖാല റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ റസൂലാ വജബത് ലഹുൽ ജന്ന. ആരെങ്കിലും റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ റസൂലാ എന്ന് പറഞ്ഞാൽ അവന് സ്വർഗം നിർബന്ധമായി എന്ന് മനസ്സിലാവും. ഇനി മറ്റൊരു ഹദീസ് നോക്കാം. സൗബാൻ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്തു, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖാല ഹീന യുസ്ബിഹു ثلاث مرات رضيت بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم نبيا إلا كان حقا على الله أن يرضيه يوم القيامة. പല റിപ്പോർട്ടും ഉണ്ട് കേട്ടോ. ഇതിലിപ്പോ സൗബാൻ പതി താഴേക്ക് വന്നുപോയി, വേറെ റിപ്പോർട്ട് വായിച്ചു. ഈ സൗബാൻ റളിയല്ലാഹു റിപ്പോർട്ട് ഇങ്ങനെയാണ്. സൗബാൻ റളിയല്ലാഹു റിപ്പോർട്ട് അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൻ ഖാല ഹീന യുസ്ബിഹു സലാസ മർറാത്തിൻ,
3 പ്രാവശ്യം ആരെങ്കിലും പ്രഭാതമായി കഴിഞ്ഞാൽ 3 പ്രാവശ്യം ആരെങ്കിലും പറഞ്ഞു റളിയതു ബില്ലാഹി റബ്ബൻ ബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ അലൈഹിസ്സലാമു നബിയ്യൻ വഹീന യുംസി മിസ്ല ദാലിക കാന ഹഖ്ഖൻ അലല്ലാഹി അസ്സ വജല്ല അൻ യുഗ്ലിയഹു. ഇതാണ് സൗബാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ റിപ്പോർട്ട്. മനസ്സിലായോ? റളിയതു ബില്ലാഹി റബ്ബൻ ബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ അലൈഹിസ്സലാമു നബിയ്യൻ എന്ന് രാവിലെയും വൈകുന്നേരവും 3 പ്രാവശ്യം ചൊല്ലിയിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന്റെ പ്രതിഫലം എന്താണ് പറഞ്ഞിട്ടുള്ളത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഇല്ലാ കാന ഹഖ്ഖൻ അലല്ലാഹി, അല്ലാഹു തആലക്ക് എന്തുണ്ട് അല്ല എന്താ പറയാ, അല്ല അങ്ങനല്ല, വഹീന യുംസി മിസ്ല ദാലിക കാന ഹഖ്ഖൻ അലല്ലാഹി അസ്സ വജല്ല, അല്ലാഹു തആല തന്റെ ബാധ്യതയായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട് അൻ യുഗ്ലിയഹു, അവനെ തൃപ്തിപ്പെടും. മനസ്സിലായോ? അതാ സൗബാറ റിപ്പോർട്ടിൽ ഈ പറഞ്ഞതുപോലെ 2 സമയത്ത് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല അവനെ തൃപ്തിപ്പെടുത്തല് എന്തുണ്ട്, അവനെ കൊണ്ട് തൃപ്തിപ്പെടല് ബാധ്യത ഏറ്റെടുത്തിട്ടുണ്ട്. കണ്ടോ, അള്ളാഹിന്റെ തൃപ്തി കിട്ടാൻ നമ്മൾ പലതും ചെയ്യുന്നത്. എന്നാൽ വേറെ ഹദീസിനാഹർ മറ്റൊരു ഹദീസ് നോക്കാം. ഈ ഹദീസ് റവാഹു അഹ്മദു വസഹഹു ഇബ്നു മാസ് ഫീ തുഹ്ഫത്തുൽ അഖ്ബാർ. മനസ്സിലായി? ഇത് ഈ ഇബ്നു ബാസ് അടുത്ത വഫാത്തായ ഇബ്നു ബാസ് മഹാനവറുകള് തന്റെ തുഹ്ഫത്തുൽ അഖ്ബാറിലൊക്കെ ഇത് സ്വഹീഹാക്കിയിട്ടുണ്ട്. മനസ്സിലാവുന്നു. അതുപോലെ തന്നെ അഹ്മദ് റളിയല്ലാഹു അൻഹു, തിർമുദി റളിയല്ലാഹു അൻഹു എല്ലാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഏത് ഹദീസ്? മാ മിൻ അബ്ദിൻ മുസ്ലിമുൻ യഖൂലു, ഒരു മുസ്ലിമായ അടിമയും ഇല്ല, യഖൂലു പറഞ്ഞതായിട്ടുള്ള മുസ്ലിമായ അടിമയും ഇല്ല, ഹീന യുസ്ബിഹു വഹീന യുംസി, വൈകുന്നേരത്തിലും പ്രഭാതത്തിലും 3 മർറാത്തിന് 3 പ്രാവശ്യം പറഞ്ഞതായിട്ടുള്ള ഒരു മുസ്ലിം അടിമയുമില്ല. റളിയതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യാ ഇല്ലാ കാന ഹഖ്ഖൻ അലല്ലാഹി അൻ യുർദിയഹു യൗമൽ ഖിയാമ. എങ്ങനെയില്ല എന്നൊരു മുസ്ലിം അടിമയും അവനെ എന്ത് ചെയ്യുക, തൃപ്തിപ്പെടുത്തല്, ഖിയാമത്ത് നാൾ അവനെ അല്ലാഹു തആല തൃപ്തിപ്പെടുത്തല് സ്വന്തം ബാധ്യതയായി ഏറ്റെടുത്തിട്ടല്ലാതെ ഇല്ല. മാമിന് അബിദിൻ മുസ്ലിമിൻ, ഒരു മുസ്ലിമായ അടിമയുമില്ല. ഈ 3 കാര്യങ്ങൾ, റളിയതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യാ എന്ന ഈ 3 വാചകങ്ങൾ രാവിലെയും വൈകുന്നേരം 3 പ്രാവശ്യം പതിവാക്കിയ പറഞ്ഞിട്ടുള്ള ഒരു മുസ്ലിമും എന്തില്ല, അടിമയുമില്ല. അല്ലാഹു തആല നാളെ ഖിയാമത്ത് നാളിൽ അവൻ തൃപ്തിപ്പെടുക എന്നുള്ള ബാധ്യത ഏറ്റെടുത്തിട്ടല്ലാതെ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്താ? റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യ എന്ന് 3 പ്രാവശ്യം രാവിലെയും വൈകുന്നേരവും പതിവാക്കുന്ന ആള് നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല തൃപ്തിപ്പെടുക തന്നെ ചെയ്യും. അയാൾക്ക് എത്ര പാപമുണ്ടെങ്കിൽ പുറത്തു കൊടുക്കുമെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് അള്ളാഹ് തൃപ്തിപ്പെടുമെന്ന് മാത്രമല്ല, അള്ളാഹ് അദ്ദേഹത്തോട് തൃപ്തിപ്പെടുത്തും. അവനെ അവൻ തൃപ്തിപ്പെടുത്തും. അല്ല, അപ്പൊ ഓർക്ക് എപ്പോഴാ തൃപ്തിയാവുക? എന്ത് കൊടുത്താലും ഈ അടിമുഖ തൃപ്തിയാവുക? അത്രത്തോളം അത് കൊടുക്കും നടത്തും. കളയണോ? ചിന്തിച്ചോളി. തിർമുദി ഇമാം അഹ്മദ് എന്നിവരെല്ലാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്തിനാണ് വെറുതെ നമ്മൾ ഇത് ഒരു 3 പ്രാവശ്യം ചെല്ലാനുള്ളൂ? സുബഹിസ്കാരം കഴിഞ്ഞാലും മഗ്‌രിബ് കഴിഞ്ഞാലും അല്ലെങ്കിൽ മഗ്‌രിബോട് അടുത്ത സമയത്ത് റളിയതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ. ഇത് പലവിധ റിവായത്ത് വന്നിട്ടുണ്ട്, ഇങ്ങനെ വന്നിട്ടുണ്ട്. റളിയതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിൽ ഖുർആനി ഇമാമൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യം വറസൂലാ. അങ്ങനെ വന്നിട്ടുണ്ട്. ഇത് വളരെ സിമ്പിൾ ആണ്, ഇതെല്ലാവർക്കും പതിവാക്കാം. റളിയതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ, ഇത് പതിവാക്കാം കേട്ടോ. ഓക്കെ, അൽഹംദുലില്ലാ. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇങ്ങനെയൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഓരോ ടൈമിലും ഇതൊക്കെ അല്ലാഹുവിൽ അഭയം തേടുന്ന പരിപാടിയാണ്. എന്തും അല്ലാഹുവിൽ അഭയം തേടാൻ പഠിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇതിനൊക്കെ അർത്ഥം നോക്ക്. റളിയതു ബില്ലാഹി റബ്ബൻ, ഞാൻ എന്റെ പരിപാലകനായി അല്ലാഹനെ കൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബിൽ ഇസ്ലാമി ദീനൻ, എന്റെ മതമായിട്ട് ഇസ്ലാമിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇസ്ലാം മതത്തിന്റെ ഓരോ നിയമങ്ങൾ വരുമ്പോ അത് അങ്ങനെ ആയില്ല, ഇങ്ങനെ ആയില്ല, അതെന്താ അങ്ങനെ, ഇതൊന്നും ഇല്ല. എനിക്ക് തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്തൊക്കെ പറഞ്ഞു അതെല്ലാം പൊരുത്തപ്പെട്ട് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. നബി മുഹമ്മദ് നബിയ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബിയായിട്ടും തൃപ്തിപ്പെട്ടിരിക്കുന്നു. റാഖത്തുൽ ഈമാൻ എന്ന് പറഞ്ഞ ഹദീസ് വേറെ മുന്നേ റിപ്പോർട്ട് ചെയ്തതാണ്.
അതായത് ഈ ഈമാന്റെ രുചി അനുഭവിച്ചിരിക്കുന്നു, ആസ്വദിച്ചിരിക്കുന്നു. മൻ ഖാല അല്ല മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ മുഹമ്മദ് നബിയ. അല്ലാഹനെ കൊണ്ട് അല്ലാഹുവിനെ റബ്ബായിട്ടും ഇസ്ലാമിനെ ദീനായിട്ടും നബി മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബിയായിട്ടും തൃപ്തിപ്പെട്ടുവോ അവൻ ഈമാന്റെ രുചിയെ ആസ്വദിച്ചിരിക്കുന്നു. അങ്ങനെ ഹദീസ് കാണാൻ സാധിക്കും. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ അനുസരിച്ചിട്ട് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. വല്ലാത്ത കാവലുകളാണ്. ആരും ഇത് വെറുതെ ആക്കരുത്. ഇതെല്ലാം കൊണ്ടു നടക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ സൽസ്വഭാവികളും സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന സ്വാലിഹ്യങ്ങൾ. ഇവർക്കൊക്കെയാണ് സ്വാലിഹ് എന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം പറഞ്ഞതൊക്കെ അനുസരിച്ച് രാവിലെയും വൈകുന്നേരമൊക്കെ അതുകൊണ്ടാക്കി നടക്കുന്ന ആളുകളാണ്. സൂറത്തുൽ ഫജ്റിലുള്ള ഇനി ബാക്കി കുറച്ച് ആയത്തുകൾ ഇതിന് മുന്നേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ഫജ്റിലുള്ള ഏകദേശം നമ്മൾ ഒരു 14 ആയത്തോളം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ സംബന്ധിച്ച് അതിന്റെ സാരം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. 14 ആയത്തുകളോ നമ്മൾ 2 ക്ലാസ്സുകളിലായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ആയത്തുകൾ കൂടിയുണ്ട്. അതിനെ നമ്മൾ കുറഞ്ഞ രീതിയിൽ സംസാരിക്കാൻ നമ്മൾ പരിശ്രമിക്കാമെന്ന് തൗഫീഖ് നൽകുമാറാകട്ടെ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن فأما الإنسان അപ്പോൾ മനുഷ്യൻ ഇദാ മബ്തലാഹു റബ്ബുഹു അവന്റെ പരിപാലകൻ അവന്റെ റബ്ബ് അവനെ പരീക്ഷിച്ചു കഴിഞ്ഞാൽ അക്രമുഹു എങ്ങനത്തെ പരീക്ഷണം, അവനെ ആദരിച്ചുകൊണ്ട് അവനെ പരീക്ഷണം അവന് എന്റെ മേൽ പരീക്ഷണം ഇറക്കി, അങ്ങനെ അവനെ ആദരിച്ചുകൊണ്ടും പരീക്ഷിച്ചു അല്ലെ. അങ്ങനെ അവർക്ക് ആദരവ് നൽകി കഴിഞ്ഞാൽ അക്രമുഹു അവന് അനുഗ്രഹങ്ങളും നൽകി കഴിഞ്ഞാൽ റബ്ബീ അക്രമൻ അവൻ പറയും എന്റെ റബ്ബ് എന്നെ ആദരിച്ചിരിക്കുന്നു, എന്നെ മാനിച്ചിരിക്കുന്നു, എനിക്ക് അഭിമാനം നൽകിയിരിക്കുന്നു, എന്നെ മാനിച്ചു. അപ്പൊ വിളിച്ചു പറയും അല്ല എന്നെ അഭിമാനിയാക്കി, എനിക്ക് നൽകിയണ്ടില്ലേ, അനുഗ്രഹം നൽകിയണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വലിയ സന്തോഷമൊക്കെ പറയുള്ളൂ. അങ്ങനെ നന്മകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഓൻ എന്ത് ചെയ്യും, ഓൻ എന്റെ റബ്ബ് അംഗീകരിച്ചിരിക്കുന്നു, എന്റെ റബ്ബനെ ആദരിച്ചിരിക്കുന്നു ഒക്കെ പറയും. എന്നാലോ وَأَمَّا إِذَا مَا ابْتَلَاهُ فَقَدَرَ عَلَيْهِ رِزْقَهُ فَيَقُولُ رَبِّي أَهَانَنِ وَأَمَّا إِذَا مَا ابْتَلَاهُ فَقَدَرَ عَلَيْهِ رِزْقَهُ ഇനി അല്ലാഹു എങ്ങാനും അവനെ പരീക്ഷിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയുള്ള പരീക്ഷണം, فَقَدَرَ عَلَيْهِ رِزْقَهُ അവന്റെ ഭക്ഷണം അങ്ങ് കുടുസാക്കി, അവന്റെ ഭക്ഷണം അല്ലാഹു തആല പരിമിതിപ്പെടുത്തി കുറച്ചു. അങ്ങനെ ആയി കഴിഞ്ഞാലോ ഫയഖൂലു റബ്ബീ അഹാനൻ അവൻ പറയും എന്റെ റബ്ബ് എന്നെ അപമാനിച്ചിരിക്കുന്നു, കുറ്റം പറയാൻ. അങ്ങനെ സന്തോഷത്തിൽ ഇങ്ങനെ പോവാ. ആ ടൈമിൽ അല്ലാഹു തആല പിന്നെ അവന്റെ കച്ചവടത്തിൽ നഷ്ടം വന്നു, അല്ലെങ്കിൽ റിസ്കൊക്കെ കുറഞ്ഞു, ദാരിദ്ര്യം വരാൻ തുടങ്ങി, രോഗം വരാൻ തുടങ്ങി, അങ്ങനെ പ്രയാസങ്ങളൊക്കെ വന്നാൽ പിന്നെ ഓന്റെ സ്വഭാവം മാറി. പിന്നെ ഓൻ പറയാ ഇന്ന അല്ലാഹു തആല അപമാനിച്ചു. നാവുകൊണ്ട് അപമാനിച്ചു എന്നൊന്നും പറയില്ല, കാരണം ആൾക്കാരുടെ അടുത്തുനിന്ന് വേറെ മോഡലിൽ മറുപടി ഇട്ടു വെച്ചിട്ട് പിന്നെന്താ പറയല്, എന്താ ചെയ്യാ അള്ളാന്റെ വിധി എന്നല്ലാതെ നമ്മളെന്ത് തെറ്റ് ചെയ്തിട്ടാ, ഇത്ര കാലം നല്ലപോലെ പോയിന്ന് ബിസിനസ് ആയിരുന്നു, നമ്മളിപ്പോ എന്ത് തെറ്റ് ചെയ്തിട്ടാ, എന്താ ചെയ്യാ, ഈ കട്ടകാലം കുടിച്ചോനെ കാറാമ കളിച്ചു എന്ന് പറഞ്ഞ മാതിരി. എന്താ പറയാ, നിസ്കരിച്ചിട്ട് നോമ്പ് പോയിട്ടുണ്ട്, മുമ്പ് പല നേർച്ചയോടും ചെയ്തു നോക്കി മോനെ, ഒരു രക്ഷയില്ല. പടച്ചോനിപ്പോ നമ്മളേറ്റ് വലിയൊരു സുഖത്തിലൊന്നും അല്ലാന്നാ തോന്നണേ. ചിലപ്പോ അതും അറിയില്ല, ചിലപ്പോ പറയും എന്താ വല്ലാത്ത വിധിയായി പോയി. അതായത് ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക, ഇങ്ങനെ വിഷമം പറഞ്ഞു. അല്ലാഹു തആലക്ക് നന്ദി കെട്ട വിധത്തിലുള്ള സംസാരങ്ങൾ വരെ നാവിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പൊതുവേ മനുഷ്യന്മാരുടെ രീതിയാണ് പറയുന്നത്. ഇങ്ങനെ മനുഷ്യന്മാരുടെ അവസ്ഥ. മുന്നേ ഉള്ള ആദ് സമൂദ് വർഗക്കാരെ ഫിറഔന് ഇവരൊക്കെ ഇത് പറഞ്ഞുകൊണ്ട് പറയുന്ന കഥയാണ്. അല്ലാഹു തആല പറയാം ഇത് മനുഷ്യന്മാർ പൊതുവേ ഉള്ള ഒരു രീതിയാണ് മനുഷ്യന്റെ. അതായത് മനുഷ്യന് ഒരു സന്തോഷമൊക്കെ വരുമ്പോൾ ഓനക്ക് എന്താണ് വല്ലാത്ത അവസ്ഥയിൽ, അതേ സ്ഥാനത്ത് എന്തുണ്ടാവും,
അപ്പൊ ഓൻ വിചാരിക്കുമ്പോൾ തെറ്റിദ്ധരിക്കും, വല്ല സന്തോഷങ്ങളും ഓർക്ക് കുറെ കാശ് കിട്ടിയായിരിക്കും, അല്ലെങ്കിൽ ഓർക്ക് എന്തെങ്കിലും പദവികൾ കിട്ടി, ആൾക്കാരുടെ ഇജ്ജത്ത് അഭിമാനമുള്ള പദവികളും ആൾക്കാരുടെ ഇടയിലൊക്കെ നല്ല അവസ്ഥ കിട്ടി. അങ്ങനെയൊക്കെ ആകുമ്പോൾ മനസ്സിലാക്കും ഞാനിപ്പോ അള്ളാന്റെ അടുത്ത് അടുത്ത ആളായി കാണും, ഞാൻ അള്ളാന്റെ അടുത്ത ആളാണ് എന്നുള്ള ഞെളിഞ്ഞിങ്ങനെ നടക്കും, ഞാനിപ്പോ അള്ളാന്റെ അടുത്ത ആളാണ്, ഈ അള്ളാഹിന്റെ വലിയ ഇഷ്ടമാണെന്നൊക്കെ തെറ്റിദ്ധരിക്കും. കാരണം ഓൻ മനസ്സിലാക്കുന്നത് എന്താണ്, അള്ളാഹ്ക്ക് ഇഷ്ടം ഉണ്ടായാലാണ് നമുക്ക് കാശും അതുപോലെ തന്നെ പദവികളും ഇവിടെ ആളുകളുടെ ഇജ്ജത്തും അഭിമാനമൊക്കെ ഉണ്ടാവേന്ന് ഒരു തെറ്റിദ്ധാരണ, മനുഷ്യർക്ക് തെറ്റിദ്ധാരണ. ഒരു ഉദാഹരണമായിട്ട് കുറച്ച് ദുഹാ നിസ്കരിക്കാൻ തോന്നി ദിക്റൊക്കെ ചെല്ലാൻ തുടങ്ങിയപ്പോ കുറച്ച് കാര്യങ്ങൾ ദുനിയാവൊക്കെ കിട്ടാൻ തുടങ്ങിയപ്പോ മനസ്സിലാക്കി ഇത് അള്ളാഹിന് ഇഷ്ടപ്പെട്ടതിന്റെ തെളിവാണ്. അതുപോലെ തന്നെ ഓരോരുത്തർ വരെ ദുനിയാവ് പോയി ദാരിദ്ര്യം വന്നു, രോഗം വന്നു, അപ്പോ വിചാരിക്കും എന്ത് പറ്റി, എനിക്ക് വല്ല കേടും വന്നു, അള്ളാഹ് ഇന്നെ വെറുത്തു പോയി എന്നും വിചാരിക്കും. ഈ രണ്ടും ശരിയല്ല, ഈ രണ്ട് മാനദണ്ഡങ്ങൾ ശരിയല്ല എന്നാ ഖുർആൻ പറയുന്നത്. അതൊക്കെ പരീക്ഷണങ്ങളാണ്. ഒരാൾക്ക് അനുഗ്രഹങ്ങൾ കൊടുത്തവനൊക്കെ അള്ളാഹ്ക്ക് ഇഷ്ടദാസന്മാരാണെങ്കിൽ, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആളാണെങ്കിൽ, മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് ഖാറൂൻ ഉണ്ടായിരുന്നു, വല്ലാത്തവന് ചെവിക്കുന്നിവരേ ധനായിരുന്നു, ഈ ദുനിയാവിൽ സ്വർഗ്ഗമൊക്കെ ഉണ്ടാക്കാൻ മെനക്കെട്ട ആളാണ് ഖാറൂൻ, ഭൂമിക്ക് താത്തിയില്ല. അങ്ങനെയാണ് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഖാറൂന് ധനം കൊടുക്കും, കോട്ടെ ഫിറഔനിന് ധനം കൊടുക്കും. ഫിറഔന്റെ അത്ര ധനം ആർക്കുണ്ടായിരുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ? അല്ല അധികാരവും പത്രാസും ധനവും അല്ലെ സുന്ദരികളായ സ്ത്രീകളും ഒക്കെ ഉണ്ടായിരുന്നില്ല. അന്നത്തെ ഏറ്റവും വലിയ സുന്ദരി ആസിയ ബീവിയായിരുന്നു. പക്ഷെ ആസിയ ബീവി മുത്തുനബിക്ക് സ്വർഗത്തിൽ കല്യാണം കേൾക്കേണ്ടതായതുകൊണ്ട്, അതുപോലെ തന്നെ അല്ലാഹു തആല വിശ്വസിക്കുന്ന ഈമാൻ അതിൽ ഉണ്ടായതുകൊണ്ട് അവനക്ക് എന്ത് ചെയ്യാൻ പറ്റും, തൊടാൻ പറ്റില്ല. ആസിയ ബീവിയാണ് ഭാര്യ. പക്ഷെ രാത്രി കിടന്നുകാണ്ട് മോഹം വന്നിട്ട് ആസിയ ബീവിയിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഓനക്ക് എന്തോ ഷോക്കേറ്റ തൊട്ടാൻ പറ്റൂല എന്നാ. ഫിറഔനുക്ക് ജീവിതകാലം മുഴുവനും ആസിയ ബീവിയെ തൊടാൻ സാധിച്ചിട്ടില്ല. പക്ഷെ അന്നത്തെ ഈജിപ്തിലത്തെ ഏറ്റവും സുന്ദരിയായിരുന്നു മനസ്സിലാവും, പറ്റിയിട്ടില്ല, അള്ളാഹു തആല തൊടിപ്പിച്ചിട്ടില്ല. അള്ളാഹുവിനോട് വിശ്വസിച്ച ആ മഹദിയായ ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹ. അല്ലാഹു അക്ബർ. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ അങ്ങനെ കാശും പണമുള്ളവർക്കൊക്കെ ആണ് അള്ളാഹ്ക്ക് ഇഷ്ടമെങ്കിൽ ഇവിടുത്തെ വേറെ വലിയ വലിയ മന്ത്രിമാര് അല്ലെ. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ തന്നെ എത്ര ആളുകൾക്ക് പണമൊക്കെ ഇഷ്ടംപോലെ, നമ്രൂദില്ലേ എത്ര ആളുകൾ അല്ല. അതേപോലെ തന്നെ എന്തെങ്കിലും രോഗം വന്നു, ഏതെങ്കിലും ഒരാൾക്ക് രോഗം വന്നു, ഒരു മനുഷ്യൻ നല്ലൊരു മനുഷ്യനാണ്, പക്ഷെ അയാൾക്ക് ക്യാൻസർ ബാധിച്ചു വിചാരിച്ചു, അല്ലെ വേറെ എന്തെങ്കിലും രോഗം ബാധിച്ചു. അപ്പൊ ഇവിടുന്ന് എന്താ അയാൾ ശരിയല്ലെന്നാ തോന്നുന്നത്. കാരണം അയാളെ മരിച്ച മൈക്കലണ്ടില്ലേ, എന്തോ ഒരു മോശം, എത്ര വലിയ രോഗ വന്ന് വേദനിച്ചിട്ട് എന്തേലും പാപം ചെയ്തിട്ടുണ്ടാവുമായിരിക്കും, നമ്മളറിയാത്ത എന്നൊക്കെ ആൾക്കാർ പറയും. പറഞ്ഞിട്ടില്ലെങ്കിൽ ആത്മകഥം ചെയ്യും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമ്പിയാക്കൾക്ക് വന്ന പല രോഗങ്ങളും ഒരു സിട്ടിക്കും വന്നിട്ടില്ല. ഫിറഔനിക്ക് ഒരു തലവേദന പോലും വന്നിട്ടില്ല. മനസ്സിലാവുന്നു. ഒരു വയറിളക്കം പിടിച്ചു എന്നല്ലാതെ അന്ന് ഈ ചെറിയ മൂസാ നബി അലൈഹി സ്വലാം ചെറുപ്പത്തിൽ ഉണ്ടാവുമ്പോ താടി പിടിച്ച് വലിച്ചപ്പോ ഒന്നാകെ മർജം കെട്ടി എന്ത് ചെയ്ത് സിംഹാസനത്തിന് വീണ്. അതുപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ പാമ്പ് അല്ലാതെ കൊത്തി ആണ്ടെടുത്തിട്ട് വന്നത്ര സിംഹാസനത്തിലേക്ക്. ആ വന്ന ടൈമിൽ സിംഹാസനത്തിൽ നിന്ന് അയാൾ പേടിച്ചിട്ട്, കാരണം ഈ മായാജാലക്കാരിട്ട പാമ്പളൊക്കെ വീണിട്ട് വലിയ സർപ്പ, ഇത് ഫിറൗന്റെ അടുത്ത് വന്നപ്പോ അവൻ വീണ് അവിടുന്ന് എഴുന്നേറ്റിട്ട് ഓടാൻ വേണ്ടി നിൽക്കുമ്പോ സിംഹാസനം വീണ് അവിടുന്ന് പെട്ടഞ്ഞ് ഓടിക്കഴിച്ചിലായി. 40 ദിവസത്തിന് വയറിളക്കം പിടിച്ചു. മനസ്സിലാക്കണ്ട അല്ലാതൊന്നും. അതേ സ്ഥാനത്ത് മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എത്ര വലിയ രോഗമായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു വിവരിച്ചിട്ടുണ്ട്. മഹാന്മാരെ പണ്ഡിതന്മാരെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്ന ചരിത്രം. അത്ര അധികം രോഗം അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്, കുഷ്ഠം പോലെയുള്ള രോഗം, വാസന കൊണ്ട് അടുത്തേക്ക് ആൾക്കാർ അടുക്കൂല. അപ്പോഴും അന്നത്തെ ആൾക്കാരും പറഞ്ഞ കുരുത്തക്കട് കിട്ടിയിരിക്കുകയാണെന്നാണ്, അവരുടെ ദൈവങ്ങളെ കുരുത്തക്കടെ അയ്യൂബ് നബി അലൈഹി സ്വലാം അങ്ങനെ പറഞ്ഞു. അപ്പൊ ആ ധാരണ മാറ്റണം. ഈ ആയത്തുകളിൽ നിന്നാണ് മനസ്സിലാവുന്നത്. ഇത് അല്ലാഹു തആല പരീക്ഷിക്കുന്നതാണ്. സുഖവും ആഡംബരങ്ങളും എല്ലാം നൽകി അള്ളാഹ് പരീക്ഷിക്കും. അത് അള്ളാഹിന്റെ ഇഷ്ടം കൊണ്ടാണെന്ന് വിചാരിക്കണ്ട. അത് വിചാരിച്ചുകൊണ്ട് ഞാൻ ചെയ്യണമൊക്കെ ശരിയെന്ന് വിചാരിക്കണ്ട. ഇനി അള്ളാഹിലേക്ക് കൂടുതൽ തൗബ ചെയ്ത് മടങ്ങിക്കോളിൽ. അല്ലാഹു തആല ആവശ്യത്തിന് ഉപയോഗിക്കുക. ബാക്കിയുള്ള കാര്യം മിച്ചം വന്നത് ദാനം ചെയ്യണം. ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാൻ പാടില്ല, അനാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. എന്റെ ധനം അനാവശ്യമായി സുഖലോലുപതയിലായിട്ട് ആഡംബരത്തിലായിട്ട് കഴിയാൻ പാടില്ല. അള്ളാഹനെ മറന്നിട്ട് അള്ളാഹനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് അള്ളതൊക്കെ തന്നിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് എങ്ങനെയും ചെലവാക്കത് ഇസ്രാഫ് ചെയ്യേ, ദുർവ്യയം ചെയ്യേ പാടില്ല.
അങ്ങനെ പോവന്നെ, ടൂറ് പോവന്നെ, അമേരിക്കക്ക് ടൂറ് പോവാ, ലണ്ടൻക്ക് ടൂറ് പോവാ, അങ്ങോട്ട് പോവാ, അങ്ങോട്ട് ഉള്ള കാശ് മുഴുവൻ ദൂർത്തടിക്കുക. മിൻ ഇഖ്വാനി ശയാത്തീൻ ഇന്നൽ മുദബ്ബിരീന, തീർച്ചയായിട്ടും അമിതവ്യയം ചെയ്യുന്നവർ ശൈത്താന്റെ കൂട്ടുകാരാണ്. ഓൻ തെറ്റിദ്ധരിക്കുകയാണ്. ഞാനിപ്പോ ദിക്റും കാര്യമൊക്കെ തുടങ്ങിയപ്പോ, തഹജ്ജുദൊക്കെ തുടങ്ങിയപ്പോ വല്ലാത്ത നിഅമത്താണ്. അതിന് നിഅമത്തിലെ പരീക്ഷണം. അന്റെ ഇബാദത്ത് എങ്ങനെ ഉണ്ട് പരീക്ഷിക്കാണ്. ഇത് എവിടെ കൊണ്ടുവെക്കണത്? നല്ല കാത്തിരക്ഷ. അതുപോലെ തന്നെ രോഗങ്ങൾ വന്നിട്ട് വിഷമിക്കൊന്നും വേണ്ട. നല്ല നല്ല മനുഷ്യന്മാർക്ക് രോഗം വന്നിട്ട് ഇത് രണ്ടും എന്തല്ല, അള്ളാഹു ഇഷ്ടപ്പെട്ടതിനോ വെറുക്കുന്നതിനോ ഉള്ള മാനദണ്ഡങ്ങളല്ല എന്ന് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അതെല്ലാ വിശ്വാസികൾക്കും വരുന്നതാണ്. ആ സന്ദർഭത്തിൽ നമ്മൾ എന്താണ് വേണ്ടത്? ഇങ്ങനത്തെ സന്ദർഭത്തിൽ നന്മ വരുമ്പോൾ, സന്തോഷകരമായ കാര്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നന്ദി കാണിക്കണം എന്നാണ്. പ്രയാസകരമായ കാര്യം വരുമ്പോൾ ക്ഷമിക്കണം അല്ലാഹുവിന്റെ മാർഗ്ഗം. അങ്ങനെയാണ് ഹദീസിലൊക്കെ വന്നിട്ടുള്ളത്. ഹദീസ് നമുക്ക് നോക്കാം. മഹാനായ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസ് ഉണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അജബൻ ലി അംരിൽ മുഅ്മിനി, വിശ്വാസിയുടെ കാര്യം വല്ലാത്ത അത്ഭുതകരം തന്നെ. ഇന്ന അംറഹു കുല്ലഹു ഖൈറുൻ, തീർച്ചയായും അവന്റെ കാര്യം എല്ലാം അവനക്ക് നന്മയാണ്. വലൈസ ദാലിക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിനീൻ, ഈ കാര്യം മുഅ്മിനല്ല, വിശ്വാസിക്കല്ലാതെ മറ്റാർക്കും ഇല്ലാത്ത ഒരു ഗുണാണിത്. എല്ലാം ഹൈറാവി എന്നുള്ളത്, എല്ലാം നന്മയാണ്. ഒരു ഷെറ് വന്നാൽ, ഒരു പ്രയാസം വന്നാൽ അതും എനിക്ക് നന്മ തന്നെയാണ്. ഒരു സന്തോഷം വന്നാലോ അത് തിന്മന്നല്ല, അതും എനിക്ക് നന്മ തന്നെയാണ്. എങ്ങനെയാണ് നന്മയാവുക എന്നുള്ളതും ഹദീസിൽ റസൂലുള്ളാഹി പറയുന്നുണ്ട്. ഇന്ന എങ്ങനെയാണത്? ഇൻ അസ്വാബതുഹു സറാഉ, അവന് ഒരു സന്തോഷകരമായ കാര്യം എത്തിയാൽ ശക്കറ, അവൻ നന്ദി ചെയ്തു, അള്ളാഹു ശുക്ർ ചെയ്തു, അൽഹംദുലില്ലാ, ഇത് അള്ളാന്റെ ഭാഗത്തു നിന്നാണെന്ന് മനസ്സിലാക്കി അള്ളാഹ് നന്ദി ചെയ്തു. ഫകാന ഖൈറൻ ലഹു, അത് അവന് നന്മയായി മാറി. അപ്പോഴാണ് നന്മയായി മാറുന്നത്. ഇത് അള്ളാന്റെ ഭാഗത്ത് നിന്ന് മനസ്സിലാണം. അല്ലെ ഇന്റെ ആരോ പറഞ്ഞമാര് അധ്വാനിച്ച് കാശുണ്ടാക്കിയ ആൾക്കാരുണ്ടല്ലോ, അത് അവരുടെ ഹൃദയത്തിൽ അട്ടപറ്റിയ മാതിരിയാണ്. അത് അങ്ങനെ ചെലവാകൂല. എന്തുകൊണ്ടാ അട്ടപറ്റിയത്? ഞാൻ അധ്വാനിച്ച് ഞാൻ ഉണ്ടാക്കിയ കാശ് എന്ന് തോന്നിയിട്ട് അട്ടപറ്റിയതുപോലെ പറ്റിയത്. ഈ ഞാനെ തന്നെ അള്ള ഉണ്ടാക്കിയത്, അള്ള നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഞാനെ തന്നെ. അതുപോലെ തന്നെ ഈ ഞാർക്ക് അധ്വാനിക്കാനുള്ള സൽബുദ്ധിയും നല്ല 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 ഹിക്കുമുണ്ടാവും. ഇന്റെ തന്ത്രണ്ടല്ലോ, ഓൻ നല്ല ഹിക്കുമത്തുള്ള കച്ചവടത്തിൽ ബിസിനസ് ചെയ്യാൻ അറിയുന്ന ആളാ. ആ ഹിക്കുമത്തുണ്ടല്ലോ, ആ തന്റെ ഇടം, ആ വിവേകം, ആ ബുദ്ധിശക്തി, അതൊക്കെ ആരാ നൽകിയത്? അല്ല നൽകിക്കൊണ്ടിരിക്കുന്ന ബോധം വേണോ? അതുപോലെ അവൻ പ്രവർത്തിക്കാൻ ശക്തി ആരാ ചെയ്ത്? അല്ലാണ് നൽകുന്നത്. അവർക്ക് അതിനുള്ള എല്ലാ തൗഫീഖും സാഹചര്യങ്ങളും കസ്റ്റമറെ എത്തിക്കുന്നതും അവർക്ക് നല്ലത് തോന്നിപ്പിക്കുന്നതും അവർക്ക് എന്നോടൊരു ഇനാസ് ഉണ്ടാകണം, അവർക്ക് സന്തോഷകരമായ കാര്യം, അനക്ക് സംസാരിക്കാൻ മൂലക്കുരു പോലത്തെ അസുഖങ്ങളൊന്നും ഇല്ലാത്ത ഇത്യത്തൊക്കെ ആരാ? അള്ളാഹുവാണ്. ഇനി ഉള്ളവർക്കോ ഇല്ലാന്നല്ല, മനസ്സിലാവണ്ട. പൊതുവെയുള്ള കാര്യം പറയണം. ആക്ക് അള്ളാഹുവാണ് നിനക്ക് നൽകിയത് എന്നുള്ള ബോധമില്ലായിട്ടാണ് ഈ അധ്വാനിച്ച് സ്വന്തം അധ്വാനിച്ച് അട്ടപറ്റമായിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ. അങ്ങനൊന്നല്ല. അങ്ങനെ അഞ്ചോ വെറുതെ കിട്ടിയതൊക്കെ എല്ലാവരും ദാനം ചെയ്യും. ഭിക്ഷക്കാരെ നോക്ക്, ഈ ഭിക്ഷ യാചിക്കണവർ ദാനം ചെയ്യുന്നത് കണ്ടുകിടാ. ഭിക്ഷ യാചിക്കണവർ അധികവും അവർക്ക് അറിയണമെന്നാ, ഞങ്ങളൊക്കെ വാങ്ങാനുള്ളവരാണ്, ഭിക്ഷ യാചിക്കാനുള്ളവരാണ്, നിങ്ങളൊക്കെ തരാനുള്ളവരാണെന്ന. അങ്ങനെ വെറുതെ കിട്ടുന്നവർ ചെലവാക്കാൻ കണ്ടിരിക്കണോ? അള്ളാഹ് തൗഫീഖുള്ളവർക്ക് ചെലവാക്കാൻ പറ്റും. അത് അള്ളാന്റെ ഭാഗത്ത് മനസ്സിലാക്കണം. അപ്പം ആരോഗ്യവും ഇതെല്ലാം എന്റെ അള്ളാന്റെ ഭാഗത്ത് ഞാൻ മനസ്സിലാക്കുന്നു. അള്ളാഹു ശുക്രിയ, അൽഹംദുലില്ലാ, നീയാണിത് തന്നത്, ഇനിയും തരാൻ എന്ത് വേണം? കൂടുതൽ ശുക്രിയ വന്ന് കൂടുതൽ വർദ്ധിപ്പിച്ചു, അൽഹംദുലില്ലാ. പിന്നെന്താണ് പറയുന്നത്? ഇനി അവനൊരു പ്രയാസം വന്നെത്തിയാൽ സ്വബറ, അവൻ ക്ഷമിക്കും. എങ്ങനെ എപ്പോഴാ ക്ഷമിക്കാൻ പറ്റും? ഓനക്കൊരു പ്രയാസം വന്നെത്തിയാൽ അപ്പുറത്തെ പുതിയ കട വന്നോണ്ടാണ് എനിക്ക് ഇവിടെ കച്ചവടം കുറഞ്ഞത്, അല്ലെങ്കിൽ മറ്റൊരു എന്റെ മേൽ സെഹ്റ് ചെയ്തിട്ടുണ്ട്, അവൻ എന്റെ പേര് അവന്റെ കണ്ണേറ് എനിക്കുണ്ട്, ഓന് ഗൂഢോത്രം ചെയ്തിക്കണ് എന്നൊന്ന് ചിന്തിക്കല്ല വേണ്ടത്. ഇവനെങ്ങനെ മനസ്സിലാക്കും? ഒരു ബുദ്ധിമുട്ടെത്തുമ്പോഴും അവന് അള്ളാഹു താലയുടെ തീരുമാനമില്ലാതെ ഒരു സിഹറും എന്നെ ബാധിക്കൂല, അള്ളാഹു താല ഉദ്ദേശിക്കാതെ ഒരു കണ്ണീറും എന്നെ ബാധിക്കൂല. അള്ളാന്റെ ഭാഗത്തിലാണ് ഇത്. അതുകൊണ്ട് ഇനിയിപ്പോ അങ്ങനെ ഉണ്ട്, ഖുർആൻ കൊണ്ടും അള്ളാഹ് അഭയം തേടിയിട്ട് ആ കണ്ണീറിന്റെ സീറിന് ഷെറ് മാറാൻ എന്തെങ്കിലും ഉണ്ടോ? ഖുർആനിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? റസൂൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ദീന് പറഞ്ഞ മാർഗം എന്താണ്? അതിൽ കൂടി ഓ നീങ്ങും. പക്ഷെ അവൻ എന്ത് ചെയ്യും? അള്ളാഹുലെല്ലാം അള്ളാഹിന്റെ അഭയം തേടുകയും അല്ല അള്ളാഹിനെ ഏൽപ്പിക്കുകയും ചെയ്യും. ഇന്ന് ക്ഷമിക്കും. സ്വബറ, ക്ഷമിക്കുക എന്ന് പറഞ്ഞതിന്റെ വിശദീകരണം ഞാനാ പറഞ്ഞത്. അല്ല ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ കുടുങ്ങിയിട്ട് ഏതായാലും കുടുങ്ങിഞ്ഞ് ക്ഷമിക്കാൻ എന്താ ചെയ്യ, കുടുങ്ങിപ്പോയി, അതല്ല.
അള്ളാന്റെ ഭാഗത്ത് പ്രയാസം വരുമ്പോ ഓൻ ക്ഷമിക്കുക പറഞ്ഞാൽ ഇത് അള്ളാന്റെ ഭാഗത്തു നിന്നാണ്. ഒന്നുകിൽ എന്റെ പാപങ്ങൾ കൊടുക്കാൻ, അല്ലെങ്കിൽ എന്റെ ഈമാൻ വർദ്ധിക്കാനാണ്. അപ്പൊ എന്റെ ഈമാന്റെ പദവി വർദ്ധിക്കാനാണ്. അതുകൊണ്ട് എനിക്ക് ഈമാൻ വർദ്ധിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാം. ഞാനിത് അള്ളാഹിനെ ഏൽപ്പിച്ചു. അള്ളാഹിന്റെ ഭാഗത്തു നിന്ന് വലാക്ക് ഞാൻ ക്ഷമിക്കുകയും ഇതിന്റെ പരിഹാരത്തിന് ഞാനിതാ അള്ളാഹുൽ അഭയം തോടുന്നു, അള്ളാഹിനോട് ചോദിക്കുന്നു, എന്റെ കാര്യത്തെ അള്ളാഹിനെ ഏൽപ്പിച്ചിരിക്കുന്നു. അള്ളാഹ് പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ഞാൻ മുന്നോട്ട്. അത് ഖുർആനും ഹദീസും പറഞ്ഞ, അത് പണ്ഡിതന്മാർ പറഞ്ഞ വഴി എന്താണോ അത് അവൻ ചെയ്യും. ഫകാന ഖൈറൻ ലഹു, അങ്ങനെ അവൻ ക്ഷമിച്ചാൽ അത് അവന് ഖൈറാകും. ഇത് മുസ്ലിം ശരീഫിൽ വന്നാണ്, അല്ല ഹദീസാണ്, മനസ്സിലാവും. റവാഹു മുസ്ലിം. 17-ാമത്തെ ആയത്ത് ഏതാണ്? എന്നിട്ട് അല്ലാഹ് പറയാണ്, കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം. കല്ലാ, അങ്ങനെ വേണ്ട. അല്ലാഹ് പറയാണ്, ഇജ്ജ് അങ്ങനെ നന്ദി എന്താ പറയാ ഗുണം ഉണ്ടാവുമ്പോഴൊക്കെ അല്ലാഹ് ആദരിച്ചു എന്ന് പറയുക, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ അല്ലാഹ് നിന്ദിച്ചു എന്ന് പറയാം. അങ്ങനത്തെ ഒരു സ്വഭാവം എനക്കുണ്ട്. കല്ല, അങ്ങനെയല്ല എന്റെ സ്വഭാവം. അത് മാത്രല്ല, വേറെ സ്വഭാവം ഉണ്ട് എന്ന് പറയാണ്. അത് മാത്രല്ല, നീ ബൽ ലാ തുക്രിമൂനൽ യതീം, അതിനും പുറമെ നീ യതീമിനെ ആദരിക്കാത്തവനാണ്. നീ യതീമിനെ ആദരിച്ചിട്ടില്ല, അവൻ അവഗണിച്ചവനാണ്. മനസ്സിലാവുന്നു? യതീം മക്കൾ, അനാഥയെ നീ ആദരിക്കാറില്ല എന്ന് അല്ലാഹു തആല പറയാ. വലാ തഹാദൂന അലാ തുആമിൽ മിസ്കീൻ, അതുപോലെ തന്നെ നീ എന്ത് ചെയ്തു? വലാ തഹാദൂന, മോട്ടിവേറ്റ് ചെയ്യൂല, പ്രോത്സാഹിപ്പിക്കൂല. വലാ തഹാദൂന അലാ തുആമിൽ മിസ്കീൻ, സാധുക്കളായ മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി മോട്ടിവേറ്റ് ചെയ്യൂല. ആർക്കെങ്കിലും വല്ലവരും എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പാടില്ല എന്ന് പറഞ്ഞു ഒഴിവാക്കും. സാധുക്കളായ പാവങ്ങളായ ആളുകൾക്ക് ഭക്ഷണം എത്തിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കാത്ത ആളാണ്. അങ്ങനെ അതിനൊക്കെ ഉപേക്ഷിക്കുന്ന ആളാണ് നീ. ആർക്കും 5 കാശ് കൊടുക്കില്ല, ഭക്ഷണം കൊടുക്കൂല എന്നർത്ഥം. എന്തുകൊണ്ടാണ് ഇതൊക്കെ ആവാൻ കാരണം എന്താണ്? ഈ സ്വഭാവമൊക്കെ വരാൻ കാരണം വീണ്ടും അല്ലാഹു വിശദീകരിക്കാൻ, നീ ഭക്ഷിക്കുന്നവനാണ്, തിന്നുന്നവനാണ്. അത്തുറാഥ, അനന്തരാവകാശത്തെ, അനന്തര സ്വത്തുകൾ. യതീം മക്കൾ ആദരിക്കൂല. 1, 2, യതീമകൾ സ്വത്ത് കവർന്നു തിന്നുന്നതാണ്. കുടുംബത്തെ യതീമക്കള് വല്ലവരും ആരെങ്കിലും യതീമായിട്ടുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കും എന്നുള്ള പേര് പറഞ്ഞു കൊണ്ട് സ്വത്തൊക്കെ നീ വെക്കും. എന്നിട്ട് യതീമിന്റെ സ്വത്ത് നീ എന്തു ചെയ്യും? നീ അതുകൊണ്ട് തിന്നും. അതിന്റെ പേരെന്താ പറയല്? യതീമിന് മുതൽക്കൂട്ടിന് വേണ്ടി ഞാനിത് ബിസിനസ്സിൽ ഇറക്കാണെന്ന് പറയും. എന്നിട്ട് നീ ആ ബിസിനസ്സിൽ നിന്ന് കിട്ടിയ ലാഭം കൊണ്ട് നീ വേറെ പലതും ചെയ്യും. അതൊക്കെ നിനക്ക് ഈ യതീമിൽ നിന്ന് സ്വത്ത് വല്ലതും കൊടുത്തും കാണും, അതിൽ നിന്ന് കിട്ടിയ ഒരു ലാഭം യതീമിന് കൊടുത്തിട്ട് ബാക്കി ഇതുകൊണ്ട് ഉണ്ടാക്കിയ വേറെ പൈസ കൊണ്ട് നീ നോക്കുന്നവരാണെന്നുള്ള പേരിലോ എന്തെങ്കിലും പറയുമ്പോൾ അങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങും. അല്ലെ? എങ്ങനത്തെ തീറ്റാണ് ലമ്മ? പെരും തീറ്റ. ലമ്മൻ എന്ന് പറഞ്ഞ അക്കലൻ, ഒരു തീറ്റ തിന്നു. ലമ്മൻ എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ഒരു തീറ്റ. അതായത് യതീമിന്റെ മുതലിൽ നിന്ന് പലതും നീ എന്ത് ചെയ്തു? ഒരുമിച്ച് കൂടി ആ മുതലിൽ നിന്ന്. എന്നിട്ട് അതിൽ നിന്നൊക്കെ തിന്നാൻ തുടങ്ങി. കണ്ട അല്ലാഹു തആല ഇന്നത്തെ പല ആളുകളും ചെയ്യുന്നു, അല്ലെ? അനാഥാലയം, അനാഥകളുടെ അല്ലെ അഗതി മന്ദിരം, അനാഥ മന്ദിരം എന്നൊക്കെ പറഞ്ഞും കണ്ട് യതീം ഖാനകളൊക്കെ നടത്തിയിട്ട് എന്താ അല്ലാഹു തആല റാഹത്താക്കി കൊടുക്കട്ടെ. അതാണ് പറയുന്നത്. നീ വളരെയധികം ഇഷ്ടപ്പെടുന്നു മാല, മുതലിനെ, സമ്പത്തിനെ ഇഷ്ടപ്പെടുന്നു. ഹുബ്ബൻ, ഊര് ഇഷ്ടപ്പെടല്. ജമ്മ, കഠിനമായ സ്നേഹം എനിക്ക് മുതലിനോട് കിട്ടും. അപ്പൊ ഇതാണ് സംഭവം. അല്ല പറയാം, ഈ ഹുബ്ബു ദുനിയാവിനോട്, ഈ പണത്തിനോടുള്ള എന്റെ സ്നേഹം കാരണത്താലാണ് നീ ഈ അക്രമമൊക്കെ ചെയ്തത്. ഈ പണത്തിനോടുള്ള സ്നേഹം കാരണത്താലാണ് അല്ലാഹു തആല പണം അനക്ക് തരുന്ന റിസ്കിനെ കുറച്ച് കഴിഞ്ഞപ്പോ അള്ളാഹ് എന്നെ അപമാനിച്ചു എന്നുള്ള അവസ്ഥയിൽ അള്ളാഹിനെ പരാതി പറയാൻ തുടങ്ങി. പരാതി പറയാന്ന് പറഞ്ഞ ഒരു പരാതി പറയൽ മാത്രമല്ല, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ആദ്യം ചെയ്ത നിസ്കാരം ഒഴിവായി, പിന്നെ ആദ്യമുള്ള സുന്നത്തുകൾ പതുക്കെ ഒഴിവായി, പിന്നെ ഫർദ് ഒഴിവായി, സുന്നത്ത് നോമ്പ് ഒഴിവായി, പിന്നെ ഫർദ് ഒഴിവായി. ഇങ്ങനെ പിന്നെ അല്ലാഹു തആല ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ ഒഴിവാക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ നല്ല നല്ല ക്ലാസ്സുകൾ, ഇൽമിയായ ക്ലാസ്സുകളിൽ പങ്കെടുത്തിരുന്നു, അത് ഒഴിവായി. കടങ്ങൾ ഇതൊക്കെ കൂടിയപ്പോ എന്തായി? ഇൽമിന്റെ ക്ലാസ് ഒഴിവാകാൻ തുടങ്ങി. കടങ്ങളൊക്കെ കൂടിയപ്പോ പിന്നെ ഉസ്താദന്മാരോട്, പണ്ഡിതന്മാരോടൊക്കെ പുച്ഛായി, പരിഹാസമായി. പിന്നെ അവരൊക്കെ പറ്റിക്കണവരാക്കി മാറ്റി. നല്ലത് പറയണവരൊക്കെ പറ്റിക്കണവരും എന്താ പറയാ പണം മറ്റുള്ളവരിൽ നിന്ന് അത് അനധികൃതമായി ചൂഷണം ചെയ്യുന്നവരായിട്ട് നീ പറയാൻ തുടങ്ങി. അവരോടൊക്കെ ഈറ തോന്നി.
ഇസ്ലാമിനെ പറ്റിയിട്ടും ദീനെ പറ്റിയും പഠിപ്പിക്കണ ഏതൊരാളോടും മനസ്സിൽ ദേഷ്യം വരാൻ തുടങ്ങി. അങ്ങനെ നീ പതുക്കെ 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 ഓരോന്നോരോന്ന് ഒഴിവായി, ഒരു നിസ്കാരം ഒഴിവായി. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ദീനിന്റെ പലതിനെതിരെ സംസാരിക്കാൻ തുടങ്ങി, ദീനിന്റെ നിയമങ്ങൾക്കെതിരെയും സംസാരിക്കാൻ തുടങ്ങി, അള്ളാഹും റസൂലിനെതിരെ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ നശിച്ചു പോവാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. എന്താ കാരണം? ഹുബ്ബൻ ജമ്മാ, കഠിനമായ സ്നേഹം. എന്തിന്? യുഹിബ്ബൂനൽ മാല, മാലിനോടുണ്ടായി, സ്വത്തിനോട് കഠിനമായ സ്നേഹം ഉണ്ടായി. ആ സ്നേഹമാണ് ഇതിലേക്കൊക്കെ അവനെ എത്തിച്ചത് എന്നാണ് ഖുർആൻ പറയുന്നത്. മനസ്സിലാവുക. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഇങ്ങനെയൊക്കെ പോയാൽ ഒരു കാലം വരാണ്ട്, കല്ലാ, വേണ്ട വേണ്ട, ഇദാ ദുഖത്തിൽ അർളു ദക്കൻ ദക്കാ, കണ്ട, ഭൂമി ഒരു പൊടിക്കാനുണ്ട്. ഖിയാമത്ത് നാളെ പറ്റി പറയാം. പണം എപ്പോഴും നമുക്ക് വന്നു കഴിഞ്ഞാല് അത് ആവശ്യത്തിന് നമ്മൾ എടുത്തിട്ട് മിച്ചം ദാനം ചെയ്യണം. ഈ ദാനം ചെയ്യുന്നതിൽ തന്നെ, ഈ പണം ചെലവാക്കുന്നതിൽ എപ്പോഴും ശ്രദ്ധിക്കാണ്ട്, പണം ചെലവാക്കണമെന്ന് ശ്രദ്ധിക്കണം. പണം ചെലവാക്കൽ എവിടുന്നാ തുടങ്ങേണ്ടത്? ആദ്യം തുടങ്ങേണ്ടത് സ്വന്തം ഭാര്യ, മക്കള്. അതായത് ഉമ്മ ഉപ്പ തന്റെ ചെലവിന് കീഴിലാണെങ്കിൽ ആദ്യം സ്വന്തം ഉമ്മ ഉപ്പ, തന്റെ ചെലവിന് കീഴിലുള്ള ജീവിക്കുന്നവരിൽ നിന്ന് ആദ്യം തുടങ്ങേണ്ടത് പോലെ ആദ്യം ഉമ്മയും ഉപ്പയുമാണ് ഓനിക്ക്. മനസ്സിലാവും. പിന്നെ അതല്ലെങ്കിൽ ഭാര്യ മക്കളെ ചെലവിന് കീഴിൽ ജീവിക്കണമെങ്കിൽ ആദ്യം തന്റെ ഭാര്യ മക്കളെ കൊണ്ട് തുടങ്ങണം. ഭാര്യയോടും മക്കളോടും നല്ല രീതിയിൽ പെരുമാറണം. സ്വന്തം ഭാര്യക്കും മക്കൾക്കും ഹലാലായ നിലയിൽ അവർക്ക് ആവശ്യമുള്ളതും അവരുടെ ഹലാലായ ആഗ്രഹങ്ങൾക്ക് ആവശ്യമുള്ളതും അവർക്ക് നൽകണം. ഭാര്യയെ വീട്ടിന്റെ ഉള്ളിൽ ലോക്ക് ചെയ്ത് പോവല്ല വേണ്ടത്. ഭാര്യ എടുക്കോ ഇടക്കൊക്കെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, അള്ളാഹു താലാന്റെ സൃഷ്ടികളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇടക്കൊക്കെ അങ്ങനത്തെ നല്ല നല്ല സ്ഥലങ്ങളിലൊക്കെ ഇസ്ലാമിന്റെ ചിട്ടകൾ പാലിച്ചു കൊണ്ടുപോകണം. അവർക്കും ഇടക്കൊക്കെ ഒരു ലീവൊക്കെ കൊടുക്കണം. അവർക്ക് നിനക്ക് ലീവ് ഉണ്ടായാലും വീട്ടിൽ അവർക്ക് ലീവില്ല, അവർക്ക് കൂടുതൽ പണിയാണ് ഞായറാഴ്ച. നീ എന്ത് ചെയ്യണം? 2 ദിവസം അല്ല 1 ദിവസമെങ്കിലും ചുരുങ്ങിയത്, 3 ദിവസം ആരും വേണ്ടില്ല, 1 ദിവസമെങ്കിലും തന്റെ ഭാര്യ മക്കളൊക്കെ കൂടിയിട്ട് ഒന്ന് പുറത്തൊക്കെ പോയി നല്ല സ്ഥലങ്ങളിലൊക്കെ പോയി അള്ളാഹുവിന്റെയും റസൂലിനെ സംബന്ധിച്ച്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് കൂടുതൽ മനസ്സിലാക്കി ഈമാൻ വർദ്ധിപ്പിക്കാനുള്ള സ്ഥലത്തൊക്കെ പോയി, കാടുകളും അതുപോലെ തന്നെ നല്ല പാർക്കുകളും, അതുപോലെ നല്ല 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 സീനറികൾ, ഇതൊക്കെ കാണുക. അവർക്കൊന്ന് ഉഷാറാണ്, ശുദ്ധവായൊക്കെ കൊണ്ട് അവർ അന്ന് ലീവ് എടുക്കണം. അവർക്ക് ഹോട്ടലിൽ നിന്ന് നല്ല ഭക്ഷണം, ഹോട്ടലിൽ നിന്ന് നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കുക, നല്ല ഭക്ഷണിക്കുക, ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യണം. നല്ല അവർ കുറച്ച് ലീവ് കിട്ടും. ഹോട്ടലിലെ ഭക്ഷണം ശരിയല്ല, അത് ഒരു നല്ല ഹോട്ടലിൽ നല്ല ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും. വല്ലാത്ത ചെറുത്തും പറഞ്ഞ അവൾക്കാണ് പ്രയാസം. ഇനി കുറച്ച് ഹോട്ടലിലെ ഭക്ഷണം വയറിന് കേടാണെങ്കിലും ശരി, അവൾക്ക് റെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടെങ്കിലും നീ എന്ത് ചെയ്യേ, ഒന്ന് ഭക്ഷിച്ചോ ചെയ്യും. എന്നാലും വേണ്ടില്ല, അള്ളാന്നെ കാക്കും, അള്ളാനെ ഉപകാരപ്രദം ചെയ്യണം. ഹോട്ടലിലെ ഭക്ഷണം ഞാൻ കഴിക്കൂല, കാരണം ഹോട്ടൽ ഭക്ഷണത്തിന് എന്താണ് പറയുക, വിഷമുണ്ട്, അതുണ്ട്, ഇതുണ്ട്. അവൾക്ക് അതിനെക്കാട്ടും വലിയ പ്രയാസമുണ്ട്. നീ 2 ദിവസം നല്ല ഹോട്ടലിൽ നമുക്ക് ഭക്ഷണം കഴിക്കും, ഹലാലായ. അല്ലാഹു അക്ബർ. ഏതായാലും ഭാര്യയും കുട്ടികളെ എന്ത് ചെയ്യണം? അവരുടെ കാര്യത്തിൽ മുൻഗണന നൽകണം. മനസ്സിലാവുണ്ട? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസുണ്ട്, മേലെ കയ്യാണ് താഴെ കയ്യിനേക്കാൾ ഉത്തമം. അപ്പൊ ദാനം കൊടുക്കുന്നത് നല്ലതാണ്. എപ്പോഴും ഇവിടെ വാങ്ങുന്നവരോ, അവർ വാങ്ങുന്ന ആൾക്കാരുടെ പോലും ചില ആൾക്കാർ ഞങ്ങൾ എപ്പോഴും വാങ്ങാനുള്ളവരാണ്, അവർ തീരെ ചെലവാക്കൂല. പള്ളിക്ക് പിരിവ് വരുമ്പോ പള്ളിയുടെ പിരിവിന് വേണ്ടി സംസാരിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പള്ളി നല്ല കാര്യമാണ്, നമ്മുടെ പള്ളിക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും കൊടുക്കണം. ഈ പറയട്ടെ, ഞാൻ കൊടുക്കുന്ന ആളല്ല, ഞാൻ വയല് പറയുന്ന ആളാണ്. ഈ വയലിന്റെ പേരിലും ഈ കൊടുത്തതിന്റെ ഒരു കമ്മീഷൻ എനിക്ക് കിട്ടണം, അതൊന്നും പാടില്ല. എല്ലാവരും താഴെ കയ്യിനെക്കാട്ടും നല്ലത് മേലെ കഴിയണം. മനസ്സിലായി? എപ്പോഴും വാങ്ങി ശീലിക്കരുത്, കൊടുത്തും ശീലിക്കണം. അള്ളാഹിനെടുത്തൊന്നും വാങ്ങി ശീലിക്കും, സിട്ടികളെടുത്ത് നല്ല വാങ്ങേണ്ടത്. മനസ്സിലാവും? അള്ളാഹു താല കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നേറാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദാനം ചെയ്യണം, പിശുക്ക് പാടില്ല. കാരണം ദാനം ചെയ്യാതിരിക്കുന്നുണ്ടോ മനസ്സിലാക്കിക്കോ, ഈ കാറ്റഗറിയിലാണ് പെടെ. അള്ളാഹു ഈ പറഞ്ഞ നന്ദി കെട്ട ആൾക്കാരുടെ കാറ്റഗറി ഉണ്ടോ, അതിലാണ് നീ പെട്ടിട്ടുള്ളത് എന്നുള്ള തെളിവാണ്. മേലെ കാര്യം പറഞ്ഞിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ അല്ല വിശദീകരിക്കുന്നത്. യത്തീമക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കൂല, യത്തീമക്കൾ ധനം തിന്നുന്ന ആളാണ്. അതുപോലെ തന്നെ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ പ്രോത്സാഹിപ്പിക്കുക. ഭക്ഷണം മാത്രമല്ല, അത് മൊത്തത്തിലൊരു കാര്യം പറഞ്ഞതാണ്. പാവങ്ങൾക്ക് ഒന്നും കൊടുക്കാൻ അവർക്ക് ഒരു മുൻഗണന നൽകൂല. ദരിദ്രരായ ആളുകൾ നിസ്സാരായിട്ട് നോക്കുക.
അവരെവിടെയും പങ്കെടുപ്പിക്കാതിരിക്കാൻ. നിന്റെ സദസ്സുകളും ദരിദ്രർ വരുന്ന ഇഷ്ടമില്ലാതിരിക്കുക. എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം ഉണ്ടാവും, ദരിദ്രം ഒഴിവാക്കിയിട്ട് പണക്കാരെ മാത്രം വിളിക്കുക. പണക്കാരോട് മാത്രം ബന്ധം, ദരിദ്രരോട് വലിയ ബന്ധമൊന്നുമില്ല. ദരിദ്രർ വന്നാൽ നിന്റെ സദസ്സിൽ ബേക്കില്, പണക്കാരന്റെ സദസ്സിൽ മുന്നില്, ദരിദ്രര് താഴെ, പണക്കാർ മുകളില്. പണക്കാർക്ക് എല്ലായിടത്തും സ്ഥാനം. നിന്റെ പിന്നാലൊക്കെ പണക്കാരാണ് ഇങ്ങനെ ചുറ്റി തുറ്റി 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 ഇങ്ങനെ നടക്കണത്. പണത്തിന്റെ ആളുകളാണ് ഇങ്ങനെ തുറ്റി 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 ഇങ്ങനെ നടക്കുന്നത്, അന്നെ ചുറ്റി പറ്റിയിട്ട്. അതുകൊണ്ട് പാവങ്ങൾക്ക് നോക്കാൻ നേരില്ലാതാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ അങ്ങനത്തെ അവസ്ഥകൾ തൊട്ട്. ദരിദ്രരെ പരിഗണിക്കണം. പണക്കാരെന്ത് ചെയ്ത്? പണക്കാര് പണത്തിന്റെ അടിസ്ഥാനത്തിൽ പരിഗണിക്കാൻ പാടില്ല. എന്നാ മഷായഖന്മാർ ഉസ്താദ്മാരൊക്കെ പണക്കാരൻ പറയും. അതാര്? നമ്മുടെ ശൈഖുനെ പറയും, അവർ തെക്കുവയുണ്ടെങ്കിൽ മാത്രമേ പണക്കാരെ പരിഗണിക്കൂ. അല്ലെ പണത്തിന്റെ പേരിൽ പണക്കാരെ പരിഗണിക്കൂ. തെക്കുവയുടെ അടിസ്ഥാനത്തിലാണ്. ദരിദ്രർ എന്ന അടിസ്ഥാനത്തിൽ തന്നെ പരിഗണിക്കും. തെക്കുവയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ദരിദ്രർ എന്നുള്ള അടിസ്ഥാനം പരിഗണിക്കും. തെക്കുവയുടെ അടിസ്ഥാനത്തിൽ ഒന്നുകൂടി പരിഗണിക്കും എന്ന് മനസ്സിലാവണം. അവത്തിന് എത്തീമക്കൾക്ക് ഭക്ഷണം മാത്രം കൊടുത്താൽ പോരാ. ഭക്ഷണം ഇങ്ങനെ കൊടുക്കും, തിന്നാൻ കൊടുക്കും. ഇതിന്റെ കീഴിലുള്ള ഞാനാണ് ഇപ്പൊ അവന്റെ ചുമതലയായിട്ടുണ്ടാവും. ഭക്ഷണം കൊടുക്കൽ മാത്രമല്ല എത്തീമക്കളെ പരിഗണിക്കുന്നത്. എത്തീമക്കളെ നിസ്സാരപ്പെടുത്താൻ പാടില്ല. എത്തീമക്കളെ തന്റെ മക്കളെക്കാൾ എന്ത് ചെയ്യണം? തന്റെ മക്കളെക്കാൾ കൂടുതൽ പരിഗണന തന്റെ ഒരു എത്തീമിന് കൊടുക്കണം. അപ്പോഴാണ് സ്വർഗത്തിൽ എത്തീമിന് ഉള്ള സ്ഥാനം റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ആ സ്ഥാനം കിട്ടുള്ളൂ. എത്തീമിനെ എവിടെ നിസ്സാരാക്കാൻ പാടില്ല. അവൻ ഉപ്പില്ലാത്തവനാ, അവന് ഉപ്പില്ലാത്തവനാ, ഓന് ചെറുപ്പത്തിൽ തന്നെ ഉപ്പ മരിച്ചവനാ, ഓനക്ക് ഉപ്പാന്റെ ഉപ്പാന്ന് പറഞ്ഞു പോവാൻ ഒരാളില്ലാത്തവനാണ് അവന്. അത് മനസ്സിലായിക്കോ ആ കുട്ടിയെ പ്രത്യേകം പരിഗണിക്കുക, സ്നേഹിക്കണം, തലോടണം. തന്റെ മക്കളെക്കാൾ കൂടുതൽ സ്നേഹിക്കണം. തന്റെ മക്കൾക്ക് ഒരു വസ്ത്രം എടുക്കുമ്പോൾ അവനക്ക് ഒരു വസ്ത്രമെങ്കിലും എടുത്തു കൊടുക്കണം, അല്ലെങ്കിൽ രണ്ടെങ്കിലും എടുത്തു കൊടുക്കണം. എത്തീമിന് തോന്നരുത്, എനിക്കൊരു ഉപ്പ നഷ്ടപ്പെട്ടിട്ട് തോന്നരുത്. ആ വിധത്തിലായിരിക്കണം എത്തീമിനെ കൊണ്ടുപോട്ടെ. എന്നാലേ എത്തീമിനെ ആദരിക്കുന്നവരാവുള്ളൂ. അല്ലാഹ് പറഞ്ഞത് ഭക്ഷണം കൊടുക്കണില്ല എന്നല്ല പറഞ്ഞത്. എന്നാ യത്തീമിനെ ആദരിച്ചില്ല എന്നാണ്. ആദരിച്ചില്ല, പരിഗണിച്ചില്ല യത്തീമിനെ. അവൻ പരിഗണിക്കാത്തവനായി. വല്ലാത്തുക്രിമോനൽ യത്തീം എന്ന് പറഞ്ഞു. അവർ യത്തീമിനെ പരിഗണിച്ചില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഭക്ഷണം കൊടുത്തില്ല. ഇനി ഭക്ഷണം കൊടുത്ത് പരിഗണിച്ചില്ലെങ്കിൽ ഇതേ അവസ്ഥ തന്നെയാണ്. നമുക്ക് സമയം കുറെ ആയി, അതുകൊണ്ട് ധൃതിയിൽ പോവാണ്. ഇനി കുറച്ചുകൂടി പറയാനുണ്ട്. സമയം ഉണ്ടാവുമോ? അല്ലാഹു അൽഹംദുലില്ലാഹ്. അപ്പൊ എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കണം എന്നുള്ള വിഷയത്തിൽ ഇന്ന് ആൾക്കാർ യൂട്യൂബിലൂടെ പല ആൾക്കാരും എനിക്ക് ഇന്ന യൂട്യൂബിൽ എഴുതുന്ന കാണാം, ഉസ്താദേ യൂട്യൂബിലത്തെ പണം ആറാമല്ല, പരസ്യം ഒഴിവാക്കി. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, സഹോദരന്മാരെ, ഞാൻ യൂട്യൂബിലത്തെ പണം വാങ്ങാറില്ല. യൂട്യൂബ് ഇപ്പോ നമ്മൾ പണം വാങ്ങിയിട്ടില്ലെങ്കിൽ അക്കൗണ്ട് കൊടുത്തില്ലെങ്കിലും അവർ പരസ്യട്ടുണ്ടേയിരിക്കും. പരസ്യം പല വിധത്തിലും നിർത്താൻ നോക്കിയിട്ടുണ്ട്. പലരോടും ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്, ഒന്നും നിർത്തി സാധിച്ചിട്ടില്ല. എനിക്ക് അവരോടും പറയാനുള്ള അങ്ങനെ കമന്റ് ചെയ്യുന്നു, കമന്റ് ചെയ്യാൻ മാത്രം പോരാ. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഉസ്താദെ യൂട്യൂബിൽ പരസ്യം നിൽക്കും എന്നുണ്ടെങ്കിൽ അതൊന്നും എനിക്ക് പറഞ്ഞു തരണം. ഇത്ര പറയാം. ഞാൻ പറയണത് യൂട്യൂബിന്റെ പേരിലായാലും എന്തെങ്കിലും ആഭാസം കാട്ടിയിട്ട്, എന്തെങ്കിലും തെറി പറഞ്ഞിട്ട്, അശ്ലീലങ്ങൾ പറഞ്ഞിട്ടെങ്കിലും കുറെ വ്യൂസ് ഉണ്ടാക്കിയിട്ട് പണം സമ്പാദിക്കും. എങ്ങനെയെങ്കിലും ഹറാമായ പണം ഉണ്ടായാൽ എല്ലാവരുടെ ഒരു സ്ഥാനം ഉണ്ടാവുന്നത് ഒരു ഇതാണ് ഇന്ന് ഇന്നത്തെ ട്രെൻഡ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും കേക്ക് ഉണ്ടാക്കിയിട്ട് യൂട്യൂബിന് കാശ് ഉണ്ടാക്കിയാലും വേണ്ടില്ല. അതൊക്കെ നിസ്കാരത്താകുമ്പോൾ എന്താ പറയാ, എല്ലാം ഉണ്ടാവും. എന്നിട്ടും എന്തുണ്ടാവും? നമുക്ക് ഹലാലാണെങ്കിൽ ആയിക്കോ പറയാനില്ല, ആ ഹറാമാണെങ്കിൽ പാടില്ല. മനസ്സിലാവുണ്ടാവും. ഹറാമാക്കിയ കാര്യം എങ്ങനെയെങ്കിലും ആ ബാങ്ക് ജോലി ചെയ്തിട്ടായാലും വേണ്ടില്ല, എവിടുന്നെങ്കിലും കാശുണ്ടാക്കാൻ ആണ്ട് മെനക്കെടാണ്. അങ്ങനെ അതുകൊണ്ടാണ് ഇവിടെയുള്ള പല തെറ്റുകളും പല പാപങ്ങളും എല്ലാം ഉണ്ടാവുന്നത്. ഇത് കാരണത്താണ് ഈ ഹുബ്ബുൽ മാല. എങ്ങനെയെങ്കിലും 5 കാശുണ്ടാക്കണമെന്ന് മനസ്സിലായിട്ട് ഓനെ മുന്നേറുമ്പോഴാണ് അവന് അതിനു വേണ്ടിയിട്ട് കൊലപാതകങ്ങൾ നടത്തുന്നതും സ്വന്തം കുടുംബക്കാരായാലും വേണ്ടില്ല, മറ്റുള്ളവരായാലും വേണ്ടില്ല, നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവനൊരു മടി ഉണ്ടാവില്ല. അതുപോലെ തന്നെ പോയിട്ട് പലത് കുടുംബം ചെയ്യും. 1 ലക്ഷം എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടിട്ട് എന്താ പറയാ, മൾട്ടി മാർക്കറ്റിംഗ് അല്ലെ, അതിൽ കൊണ്ടുപോയിട്ടിട്ട് 5 ലക്ഷം എത്രയും പെട്ടെന്ന് വെറുതെ ഉണ്ടാവാനുള്ള മാർഗമുണ്ടോ? ഹറാമാണ് മൾട്ടി മാർക്കറ്റിംഗ് ഒക്കെ. ശരിയായ ഹക്കായ പണ്ഡിതന്മാർ ചോദിച്ചിട്ട് വേണം ഓരോന്നും ചേരാന്. പല സ്ത്രീകളും ഇന്ന് അതിൽ ചേർന്നിട്ട്, മുസ്ലിം സ്ത്രീകൾ അതിനായിട്ട് ഇഷ്ടം പോലെ ആളുകൾ വരും, വർദ്ധട്ടോരും അതിനുള്ള മൂല്യന്മാരും അത് ഹലാലാണെന്ന് പറഞ്ഞിട്ട് വരുന്നത്. അതിന് ശരിയായ വശം പറഞ്ഞു കൊടുത്ത പണ്ഡിതന്മാരോട് വെറുപ്പാണ് ആളുകൾക്ക്. പാടില്ല, ഹറാമായ മുതൽ നമ്മളും തിന്നാൻ പാടില്ല, നമ്മളെ മക്കളും തിന്ന് കൊടുക്കാൻ പാടില്ല. മക്കൾ നേരാവാത്തത് കൊണ്ടാണ്. മാത്രം നമ്മൾ ഇബാദത്തുകൾ അത് സ്വീകരിക്കണ്ടേ.
അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ല പറയാണ്, ഒരു കാലം വരാണ്ട് ഭൂമി പൊടി ഇതാ ദുഃഖത്തിൽ പൊടിപിക്കൽ പൊടിക്കും അള്ളാഹു തആല ഭൂമിയെ ഖിയാമത്ത് നാളിൽ വജാഅ റബ്ബുക വൽ മലകു സ്വഫൻ സ്വഫ, അള്ളാഹു തആല വരും, വൽ മലകു സ്വഫൻ സ്വഫ, മലക്കുകൾ അണിയണിയായി നിരന്നു. നാളെ മഹ്ശറിൽ എല്ലാവരും ഉണ്ടാവും. ഈ ആദ് സമൂഹം, സമൂദ് സമൂഹം, യൂത്ത് നബി അലൈഹി സ്വലാമിന്റെ സമൂഹം, മുത്തുനബിയുടെ സമൂഹം, ആദ് നബി മുതൽ ഇങ്ങോട്ട് എല്ലാവരും ഉണ്ടാവും. എന്ത് വല്ലാത്തൊരു സദസ്സാണ്. മലക്കുകളെല്ലാം, അവന്റെ പ്രധാനപ്പെട്ട മലക്കുകളെല്ലാം അള്ളാഹിന്റെ ചുറ്റും ഉണ്ടാവും. മലക്കുകളൊക്കെ അണിനിരന്നിട്ടുണ്ടാവും. മനസ്സിലാവും? മഹാന്മാരായ അള്ളാഹുവിന്റെ മഹത്തുക്കളായ സിദ്ധികൾ അവിടെ ഉണ്ടാവും. മനസ്സിലാവും? ആ ദിവസം നരകത്തെ കൊണ്ടുവരപ്പെടും. ആ ദിവസത്തില് മനുഷ്യൻ ഓർത്തുപോകും. ആ ദിവസത്തിൽ മനുഷ്യർക്ക് അപ്പൊ ഇങ്ങനെ ഓർമ്മ വരും, പഴയ കാലൊക്കെ ഓർമ്മ വരും. ഇന്നതൊക്കെ ഞാൻ ചെയ്തിരുന്നല്ലോ. എവിടുന്നാണ് അവനക്കിത് ഓർമ്മ വരുന്നത്? ഇവനക്കിത് ഓർമ്മ വരുന്നത് കൊണ്ട് അവർക്ക് വല്ല കാര്യമുണ്ടോ? എവിടുന്നാണ് ഇവനക്ക് ഓർമ്മ വരുന്നത്? എവിടുന്നാണ് അവനക്ക് ഓർമ്മ വരുന്നത്? മഹ്ശറ വെച്ചിട്ടോ? എങ്ങനെയാ അവനക്ക് ഇതൊക്കെ ഓർമ്മ വരുന്നത്? ഈ രംഗം കണ്ട സന്ദർഭത്തിലും മഹ്ശറ വെച്ചിട്ടാ ഓർമ്മ വരുന്നത്? ഏത് ഭാഗത്ത് എവിടെ നിന്നിട്ടപ്പോ എനിക്ക് ഓർമ്മ വന്നിട്ടുള്ളത്? എങ്ങനെയാണ് ഓർമ്മ വരുന്നത്? അല്ലെങ്കിൽ അതായത് ഈ രംഗമൊക്കെ കണ്ടതിന് ശേഷമാണോ ഓർമ്മ വരുന്നത്? അതായത് അള്ളാഹ് പറയാണ്, ഈ ഓർമ്മ വരുന്നത് കൊണ്ട് എനിക്ക് വല്ല പ്രയോജനമുണ്ടോ? ഖിയാമത്ത് നാളിൽ ആ രംഗം കണ്ടിട്ട് ഓർമ്മ വന്നിട്ട്, ആ മഹ്ശറയുടെ വൻ സഭ കണ്ടിട്ട് ഓർമ്മ വന്നിട്ട് വല്ല കാര്യമുണ്ടോ? അന്ന് അപ്പ അവൻ പറയും, അത് കണ്ടപ്പോൾ അവൻ പറയും, ഞാൻ എന്റെ ജീവിതത്തിന് വേണ്ടിയിട്ട്, എന്റെ ഈ ജീവിതത്തിന് വേണ്ടി വല്ലതും മുൻകൂട്ടി തയ്യാറാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അങ്ങ് തപിക്കാൻ തുടങ്ങുവാൻ അവിടെ നിന്ന് മഹ്ശറ വെച്ചിട്ട്. എന്റെ അടുത്തൊന്നുമില്ലല്ലോ, ഞാനിത് ശരിയാണെന്ന് ഞാൻ ഇതിലൊന്നും വിശ്വസിച്ചില്ലല്ലോ, ഞാൻ ഇങ്ങനൊന്നും ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ലല്ലോ, പക്ഷെ ഈ സത്യത പുലർന്നിരിക്കുന്നു. ഞാൻ ഈ മുൻകൂട്ടിയിട്ട് തന്നെ ഈ ലോകത്തിന് വേണ്ടിയിട്ട്, ഈ ജീവിതത്തിന് വേണ്ടി, പരലോക ജീവിതത്തിന് വേണ്ടിയിട്ട് വല്ലതും മുൻകൂട്ടി ചെയ്തു വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അവൻ ഖേദിച്ചുകൊണ്ട് തപിച്ചുകൊണ്ട് അവൻ പറയാൻ തുടങ്ങും. അല്ല പറയുകയാണ്, ഈ ദിവസത്തിൽ അവനെ പോലെ അദാബ് ചെയ്യുന്നവനായിട്ട് ആരും തന്നെ ഈ ദിവസത്തിലില്ല. ആദ് സമൂഹമുണ്ട്, സമൂദ് സമൂഹമുണ്ട്, വല്ല അക്രമകാരികളാണ്, വല്ല ആരോഗ്യമുള്ളവരാണ്. അവർക്ക് പോലും ഒരു ശിക്ഷയും ഇവിടെ ആരോടും ചെയ്യാൻ പറ്റില്ല. ഈ ദിനത്തിൽ അള്ളാഹനെ പോലെ ശിക്ഷിക്കാൻ പറ്റുന്നവർ ആരുണ്ട്? കാരണം ഈ മനുഷ്യന്മാർ ദുനിയാവിൽ പോലും ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹിനെ പോലെ ആ ശിക്ഷ ഒന്നുമല്ല. ആ ശിക്ഷക്കൊക്കെ എതിരായിട്ട് അള്ളാഹു തആല അവർക്ക് മറുശിക്ഷ കൊടുക്കാൻ പോവുകയാണ്. നിങ്ങൾ വലിയ ശിക്ഷ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കീഴിലുള്ള ആളുകളെ ആക്രമിച്ചില്ലേ, ആ ശിക്ഷ നല്ലത്. ഇതേപോലെ ശിക്ഷ കൊടുക്കാൻ പറ്റൂല എന്നുള്ള പറയാം. ഈ ദിവസത്തില് അവനെ പോലെ ശിക്ഷിക്കാൻ ആർക്കും സാധിക്കുകയില്ല. അവനെ പോലെ പിടിച്ചു ബന്ധിക്കാൻ ആർക്കും സാധ്യമല്ല. ഈ ദിവസത്തില് എല്ലാവരെയും ബന്ധിച്ചതുപോലെ, ആർക്കും എങ്ങോട്ടും പോകാൻ സാധ്യമല്ലാതെ ബന്ധിക്കപ്പെട്ടതുപോലെ, ഓടി ഒളിക്കാൻ സാധ്യമല്ലാതെ ബന്ധിക്കപ്പെട്ടതുപോലെ ഒരാൾക്കും ഇതുപോലെ ബന്ധിക്കാൻ സാധ്യമല്ല എന്ന് പറയാം. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിൽ കാണാൻ സാധിക്കുകയും അള്ളാഹുന്റെ റസൂൽ പറഞ്ഞത് കാണാൻ സാധിക്കും, നിങ്ങളിൽ ഒരാളും തന്നെ മദ്യത്തിൽ ഒരു ശുപാർശകനോ ഒരു മറയോ ഇല്ലാതെ തന്നെ നിങ്ങളെ റബ്ബ് സംസാരിക്കാതിരിക്കുകയില്ല. അതായത് ഒരു മധ്യസ്ഥനും ഒരു മറയില്ല, നേരിട്ടിട്ട് അള്ളാഹു സംസാരിക്കാത്ത ഒരാൾ നിങ്ങളിലില്ല. അള്ളാഹ് സംസാരിക്കൂ. ആ സന്ദർഭത്തിൽ അള്ളാഹ് സംസാരിക്കാൻ തുടങ്ങിയ അപ്പോൾ അവൻ വലത്തോട്ട് നോക്കും. അപ്പൊ അവന്റെ കർമ്മങ്ങളെ കാണും, അവൻ ചെയ്ത കർമ്മങ്ങൾ. അവൻ ഇടത്തോട്ട് നോക്കും, അവൻ ചെയ്ത കർമ്മങ്ങളെ അപ്പോഴും കാണും. വലത്തോട്ട് നോക്കിയിട്ട് അവൻ വല്ല നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ലോണ്ടെങ്കിൽ ഒരു സന്തോഷം ഉണ്ടാവും. പക്ഷെ അവൻ ആ സന്ദർഭത്തിൽ എന്ത് നന്മ ചെയ്തിട്ടുണ്ടാവും? നന്മ ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ പോകും. ഇടത്ത് നോക്കിയാൽ അതും അവൻ ചെയ്ത നന്മകൾ മാത്രമേ കാണൂ, വേറെ ആരെയും കാണും, നന്മകൾ മാത്രം, അല്ല തിന്മകൾ മാത്രം. അതായത് അവൻ ചെയ്തതേ കാണുള്ളൂ, അവിടെയും അവൻ ചെയ്തത് മാത്രമേ കാണുള്ളൂ. അപ്പൊ അവൻ തിന്മകൾ ചെയ്ത ആളാണെങ്കിൽ അവന്റെ ഖേദം വരും.
അങ്ങനെ അവൻ മുൻവശത്തേക്ക് നോക്കും. മുൻവശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നരക മാത്രമേ അവൻ കാണുകയുള്ളൂ. അവന്റെ മുഖത്തിന് നേരെ നരകമല്ലാതെ അവൻ കാണുകയില്ല. ഓരോരുത്തർക്കും വരാനുള്ളതാണ്. അപ്പൊ നന്മ ചെയ്തവർക്ക് അൽഹംദുലില്ലാ നല്ലതാണ്. തിന്മ കൂടുതൽ ചെയ്തോന്ന് ആലോചിച്ചു. നേരെ നോക്കിക്കഴിഞ്ഞാൽ നരകയിൽ. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരക്കയുടെ ചീന്ത് കൊണ്ടെങ്കിലും നരകത്തെ കൊണ്ട് സൂക്ഷിച്ചു കൊള്ളുക. നരകത്തെ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊള്ളുക. ഒരു കാരക്കയുടെ ചീന്ത് കൊണ്ടെങ്കിലും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്ത വേറെ ഹദീസ്, അന്നേ ദിവസം നരകം കൊണ്ടുവരപ്പെടും. അതിന് 70,000 കടിഞ്ഞാനുണ്ടായി. ഓരോ കടിഞ്ഞാണിനും കൂടെ 70,000 മലക്കുകളും ഉണ്ടായി. അവർ അത് വലിച്ചു കൊണ്ടുവരുന്നതാണ് മുസ്ലിം ശരീഫ്. അങ്ങനെ നരക, അതായത് ഇതിൽ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞതിനോട് കൂടെ അല്ലാഹു തആല അവിടെ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? നരകം കാണിക്കപ്പെടുന്നു പറഞ്ഞില്ലേ? എന്ന് പറഞ്ഞില്ലേ? അതിന്റെ മുന്നേ നരകത്തെ ആ ദിവസം വലിച്ചു കൊണ്ടുവരപ്പെടുന്ന പറഞ്ഞില്ല. അതിന് തഫ്സീർ ചെയ്തിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. മനസ്സിലാവുന്നുണ്ടോ? 70 എന്താ പറയാ 70,000 കടിഞ്ഞാണുകൾ. നരകത്തിന് 70,000 കടിഞ്ഞാണ്. അതിൽ ഓരോ കടിഞ്ഞാണെങ്കിലും എന്തുണ്ടാവും? ഓരോ കടിഞ്ഞാനും കൂടെ 70,000 മലക്കുകളുണ്ടാവും. എത്ര വലുതായിരിക്കും നരകം അല്ലേ? പരിശുദ്ധ ഖുർആൻ പിന്നീട് പറയാം, യാ അയ്യുഹൻ നഫ്സുൽ മുത്മഇന്ന, അലയോ ശാന്തിയുടയപ്പെട്ടതായ നഫ്സ്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന് സൂറത്തുർ റഅദിൽ പറഞ്ഞില്ലേ? ഹൃദയത്തിന് സമാധാനം ഹൃദയം കൊണ്ട്, ഈ ദിക്ർ കൊണ്ടാണ്. അങ്ങനെ അള്ളാഹുവിന്റെ നേരത്തെ ദിക്റുകൾ ഫജ്ർ സൂറത്തിൽ ബന്ധപ്പെടുത്തി ദുൽഹിജ്ജ മാസത്തിൽ ഇന്ന് പതിവാക്കിക്കോ. ദുൽഹിജ്ജ മാസം മുതൽ തന്നെ ആ ദിക്റുകളൊക്കെ പറഞ്ഞു. അങ്ങനെ അള്ളാഹുവിന്റെ ദിക്റുകൾ കുറെ, ആ ദിക്റുകൾ പതിവാക്കാനോട്ടാണ് ഞാൻ പറഞ്ഞത്. ആ ദിക്റുകളൊക്കെ ഉണ്ടൊക്കെ അതുപോലെ തന്നെ ഹഫിയായ മശായഖന്മാരും കിട്ടിയ ഹഫിയായ ദിക്റുകളൊക്കെ ഉണ്ട്. അവർക്ക് കിട്ടിയ മഅരിഫത്തുൽ ഇൽമു കൊണ്ട് സമാധാനം കിട്ടിയ ആത്മാവേ, യാ അയ്യുഹൻ നഫ്സുൽ മുത്മഇന്ന, അത് മരണസന്ദർഭത്തിലുള്ള വിളിയാണ്. യുർജിഈനി, മടങ്ങിക്കൊള്ളുക, ഇലാ റബ്ബികി റാദിയത്തുൻ മർദിയ്യ, നിന്റെ പരിപാലകനിലേക്ക്, നിന്റെ റബ്ബിലേക്ക്, നീ അവനെ കൊണ്ട് തൃപ്തിപ്പെട്ട നിലയിലും അവൻ നിന്നെ കൊണ്ട് തൃപ്തിപ്പെട്ട നിലയിലും നീ മടങ്ങിക്കൊള്ളുക എന്ന ആത്മാവിനോടുള്ള പറയും. ആ ശാന്തിയുടെ ആത്മാവിനോട്. അപ്പൊ ദിക്റുകളൊക്കെ ചൊല്ലി, ദിക്റുകളൊക്കെ ഹൃദയത്തിൽ കൊണ്ടുവന്ന് അള്ളാഹുവിനെ അറിഞ്ഞ്, അള്ളാഹുവിനെ കൊണ്ട് സമാധാനിച്ച്, അള്ളാഹുവിനെല്ലാം ഏൽപ്പിച്ച്, അള്ളാഹിനെ കൊണ്ട് സന്തോഷിച്ച്, അള്ളാഹിനെ കൊണ്ട് ജീവിച്ച്, അള്ളാഹിനെ കൊണ്ട് മരിക്കുന്ന ആത്മാവിനോടാണ് ഈ വിളിയാളം വരെ. ഫദ്ഖുലി ഫീ ഇബാദി, എന്റെ അടിമകളിലേക്ക് നീ പ്രവേശിക്കുക. പല മഹാന്മാരും അതിന് പറയുന്നത് ആ സന്ദർഭത്തിൽ അല്ലാഹു തആലാന്റെ ഇഷ്ടപ്പെട്ട അടിമകൾ, അള്ളാഹുവിന്റെ ഖുർബ് കിട്ടിയ, വസുല് കിട്ടിയ അടിമകൾ ആ സന്ദർഭത്തിൽ കാണിക്കപ്പെടുന്ന ഇവന്റെ അടുക്കൽ ഉന്നതന്മാരായ ഔലിയാക്കൾ കാണിക്കപ്പെടും, അമ്പിയാക്കൾ കാണിക്കപ്പെടും, മലക്കുകളെ കാണിക്കപ്പെടും. ഏതുവരെ പറയുന്നു? അഹമ്മദ് മുജ്തബ, മുഹമ്മദ് മുസ്തഫ, മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ സന്തോഷിക്കുന്ന മുഖത്തോടു കൂടി അവന് കാണാൻ സാധിക്കും. പലരും പല വിധത്തിലാണ് കാണുക. ചിലവർക്ക് അങ്ങനെ കാണാൻ സാധിക്കും. മനസ്സിലാവും? ഏതായാലും ഫദ്ഖുലി ഫീ ഇബാദി, എന്റെ അടിമകളിലേക്ക് പ്രവേശിച്ചു. ഇതിങ്ങനെ കാണുമ്പോൾ എന്തോ ഒരു സന്തോഷവും. മഹാനായ ഉസ്റല്ലാഹു പറഞ്ഞില്ലേ, തന്റെ തലയുടെ മേലെ വെട്ടാൻ വാളോന്തി നിൽക്കുന്ന ഷമ്മറിനോട് മഹാനായ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അടുത്ത നിമിഷത്തിൽ തന്റെ തലയിൽ വാള് പതിക്കാൻ ഷഹീദാവുമ്പോഴാണ് ആ ഷഹീദാവുന്ന കർബലയുടെ മണ്ണിൽ നിന്ന് സുജൂദ് ചെയ്ത് തല ഉയർത്തിക്കൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു പറയാണ്, ഇതാ എന്റെ വെല്ലിപ്പ ഇതാ മുത്തുനബി ഇതാ എന്നെ വിളിക്കുന്നു, എന്റെ ഉമ്മയായ ഫാത്തിമത്ത് ബീവി റളിയല്ലാഹു അൻഹ എന്നെ വിളിക്കുന്നു, എന്റെ ഉമ്മയായ ഫാത്തിമത്ത് ബീവി ഇതാ എന്നെ വിളിക്കുന്നു, എന്റെ ഉപ്പയായ അലിയാർ തങ്ങളെ വിളിക്കുന്നു റളിയല്ലാഹു തആല അൻഹുമ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെ അവരെങ്ങനെ കണ്ടുകൊണ്ട് ഹുസൈൻ റൂഹി വിരിക്കും അവരിലേക്ക്. അതാണ് അവരിലേക്കാണ് പ്രവേശിച്ചു മുത്തുനബിയിലേക്കും ഫാത്തിമ ബീവിയിലേക്കും. എന്റെ ജ്യേഷ്ഠനായ ഹസൻ എന്ന ബിരുദായ എന്നെ വിളിക്കുന്നു. അവരിലേക്ക് അവരിങ്ങനെ വിളിക്കുന്ന കാണാൻ ആ റൂഹുകളെ. ഫദ്ഖുലി ഫീ ഇബാദി,
എന്റെ അടിമകളിലേക്ക് നീ പ്രവേശിക്കുക, വദ്ഖുലി ജന്നതി, എന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക, ഐ ജന്നത്തുദ്ദാർ, ഐ ജന്നത്തുൽ ഫിർദൗസ്, ജന്നത്തുൽ ഫിർദൗസിലേക്ക് നീ പ്രവേശിച്ചു കൊള്ളുക. ശാന്തിയുടേതായ നഫ്സുകൾക്ക്, ആത്മാക്കൾക്ക് പോവാനുള്ള സ്ഥലം ഏതാണ്? ആത്മാവിന്റെ ദർശനം അല്ലേ? ജന്നത്തുൽ ഫിർദൗസിൽ കണ്ണുകൊണ്ടുള്ള ദർശനം തന്നെ ലഭിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഏതെല്ലാം മശായിഖന്മാരിലൂടെ ഉസ്താദന്മാരിലൂടെയാണ് നമുക്ക് ഈ അറിവുകളെല്ലാം നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് ആ മശായിഖന്മാർ ഉസ്താദന്മാരുടെ ദറജാത്തുകൾ അല്ലാഹു തആല നാൽക്ക് നാൾ ഉയർത്തുമാറാകട്ടെ. നമ്മൾ അല്ലാഹു തആല അവന്റെ അടിമകളിൽ മരണ സന്ദർഭത്തിൽ മുത്മഇന്നത്തായ നഫ്സോടുകൂടി അവന്റെ അടിമകളിലേക്ക് അല്ലാഹു തആല പ്രവേശിപ്പിക്കട്ടെ. നമ്മളേവരെയും, നമ്മുടെ സന്താനങ്ങളെയും, നമ്മളോട് നമ്മുടെ കുടുംബക്കാരെയും, നമ്മുടെ സിൽസില അഹ്ലുകാരെയും, നമ്മുടെ ബന്ധപ്പെട്ട എല്ലാ മോമിനികളെയും മോമിനാത്തുകളെയും എല്ലാ മോമിനുകളെയും മോമിനാത്തുകളെയും അല്ലാഹു തആല അവന്റെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസല്ലി അലാ ജമീഇൽ അംബിയാ വൽ മുർസലീൻ വഅലാ മലായികതിൽ മുഖറബീൻ വഅലാ ഇബാദില്ലാഹി സ്വല്ലല്ലാഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. السلام عليكم ورحمة الله تعالى وبركاته.